പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ കരുണയിൽ നമുക്ക് പ്രത്യേകം ഇന്ന് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ കുടുംബജീവിതത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ ദിവസമാണിന്ന്. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ എന്താണ് ഒരു കുടുംബത്തെ സംബന്ധിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി എന്നുള്ളത് ഗ്രഹിക്കാനായി കർത്താവ് നമ്മളെ ഇന്നലെ സഹായിച്ചു. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കുടുംബജീവിതത്തെ നമ്മൾ കാണേണ്ടതെന്ന് കർത്താവ് നമുക്ക് മനസ്സിലാക്കി തന്നു. ഇന്ന് നമുക്ക് ഈശോയുടെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് എന്താണ് ഒരു കുടുംബജീവിതത്തിൻ്റെ ലക്ഷ്യം, എന്താണ് ഓരോ കുടുംബത്തിലൂടെയും ദൈവം ആഗ്രഹിക്കുന്നത്, ഇത് ഗ്രഹിക്കാനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി ദാഹിക്കാം. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മഹത്വം, ആരാധന കർത്താവേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഓ പരിശുദ്ധാത്മാവേ, ഈ രാത്രി ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ, വചനം സ്വീകരിക്കാനായി ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു തരണമേ. കർത്താവേ, അവിടുന്ന് പരമപരിശുദ്ധനാകുന്നു. അങ്ങയുടെ പരിശുദ്ധിയെ പ്രഘോഷിക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല. കർത്താവേ, ഈ സമയത്ത് അശുദ്ധരും പാപികളുമായ ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണയുടെയും കൃപയുടെയും കര നീട്ടണമേ. കർത്താവേ, ഈ രാത്രിയിൽ അങ്ങയുടെ ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. എല്ലാ ഹൃദയങ്ങളെ അങ്ങ് തുറക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ ആത്മീയമായി പങ്കുചേരുന്ന എല്ലാ മക്കളെയും ഈ സമയത്ത് ഏറ്റെടുക്കണമേ. ഹൃദയങ്ങളെ തുറക്കണമേ. കുടുംബങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം നിറയണമേ. ഭാര്യാഭർത്തൃ ബന്ധത്തെ ആശീർവദിക്കണമേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൃദയങ്ങൾ കർത്താവേ അവിടുന്ന് ഇപ്പോൾ തുറക്കണമേ. കർത്താവേ, വചനത്തിൻ്റെ ശക്തിക്ക് കർത്താവേ എതിര് നിൽക്കുന്ന എല്ലാ ചിന്താഗതികളെയും, എല്ലാ ആശയങ്ങളെയും, എല്ലാ തത്വചിന്തകളെയും ഈ സമയത്ത് അങ്ങ് ശാസിക്കണമേ. കർത്താവേ, ശരിയായ ബോധ്യങ്ങൾ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. യേശുവേ നന്ദി, 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 നന്ദി. സ്വർഗത്തിൻ്റെ രാജ്ഞിയായ പരിശുദ്ധ അമ്മേ, ഈ സമയത്ത് അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുകയാണ്. നസറത്തിലെ തിരുക്കുടുംബത്തിൽ അമ്മ ഇപ്രകാരമാണ് പരിശുദ്ധമായൊരു ജീവിതം നയിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ചതെന്ന് അമ്മയുടെ മാതൃക പിഞ്ചൊല്ലാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളുടെ ഹൃദയങ്ങളിൽ ബോധ്യം നൽകണമേ. സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു കുടുംബം രൂപപ്പെടുത്തുവാൻ, ഞങ്ങളെ തന്നെ ഒരു ബലിയായി സമർപ്പിക്കുവാൻ കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മയുടെ വലിയ പ്രാർത്ഥന ഞങ്ങൾ യാചിക്കുകയാണ്. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയ. നമുക്ക് സമാധാനമായിട്ടിരിക്കാം. നമ്മൾ ചിന്തിച്ചതിൻ്റെ തുടർച്ചയായിട്ട് കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളെ നമ്മൾ ധ്യാനിക്കുകയാണ്. ആത്മാവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ സ്വരം, കർത്താവിൻ്റെ വചനം പാപിയായ എൻ്റെ അധരങ്ങളിലൂടെ കടന്നു വരാൻ നിങ്ങൾ പ്രത്യേകം എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയും ചെയ്യണം. വിശുദ്ധ ഗ്രന്ഥം ആരംഭിക്കുന്നത് ആദത്തിൻ്റെയും ഹവ്വയുടെയും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ടാണ്. അപ്പോൾ നോക്കുക, എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് കുടുംബജീവിതം. ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചു കഴിയുമ്പോൾ ആദ്യമായി ദൈവം രൂപീകരിച്ച സംവിധാനം പൗരോഹിത്യമല്ല, സന്യാസമല്ല, കുടുംബജീവിതമാണ്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെയാണ് നമ്മൾ ഇന്നലെ വായിച്ചിരുന്ന വചനം. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ കീഴടക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ആദ്യത്തെ ഒരു ആശീർവാദം കുടുംബത്തിലാണ് കിട്ടുന്നത്. ഉൽപ്പത്തി ആരംഭിക്കുന്നത് വിവാഹബന്ധത്തെക്കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ടാണ്. വിശുദ്ധ ഗ്രന്ഥം ആരംഭിക്കുന്നത് കുടുംബത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ്. ഇനി വിശുദ്ധ ഗ്രന്ഥം അവസാനിക്കുന്നതോ വെളിപാട് പുസ്തകത്തിൽ ഏറ്റവും ശക്തമായ ബിംബം, ഏറ്റവും ശക്തമായ ഇമേജ് കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നാണ്.
അപ്പോൾ ഒരർത്ഥത്തിൽ നോക്കിയാൽ ബൈബിൾ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും കുടുംബത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. കുടുംബത്തിലാണ് എല്ലാം നടക്കേണ്ടത്. കുടുംബത്തിലാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറേണ്ടത്. കുടുംബമാണ് ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട വിഷയം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി ഈശോ മിശിഹ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് ഈശോയുടെ പരസ്യജീവിതം ആരംഭിക്കുമ്പോഴോ ഈശോ ആദ്യമായി ചെല്ലുന്നത് കാനായിലെ കല്യാണ വീട്ടിലാണ്. അപ്പോൾ കാനായിലെ കല്യാണ വീട്ടിൽ കർത്താവ് ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടാണ് അടയാളങ്ങളുടെ ആരംഭം യോഹന്നാൻ പറയുകയാണ്. അപ്പോൾ ഉൽപ്പത്തിയിൽ, വെളിപാടിൽ, ഈശോയുടെ പരസ്യജീവിതത്തിൻ്റെ ആരംഭത്തിൽ എല്ലാം കർത്താവ് കുടുംബജീവിതത്തിന് പ്രാധാന്യം നൽകുന്നു എന്ന് മനസ്സിലാകുന്ന വിധത്തിലാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഈ വിഷയം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചിന്ത എന്താണ്? വിവാഹം എന്ന് പറയുന്നത് മനുഷ്യൻ സാംസ്കാരികമായിട്ട് വളർന്ന സമയത്ത് മാനവരാശി രൂപപ്പെടുത്തിയ ഒരു സമ്പ്രദായമല്ല. കുടുംബത്തിൻ്റെ സ്ഥാപകൻ മനുഷ്യരല്ല, ദൈവമാണ്. ഇതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് മത്തായി 19 കർത്താവ് പറയുന്നത്, ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അപ്പൊ ഈ കുടുംബത്തിൻ്റെ ഈ സംവിധാനം, കുടുംബത്തിൻ്റെ ക്രമീകരണം, കുടുംബം രൂപപ്പെടുത്തുന്നത് ആരാണ്? ദൈവമാണ്. ഇത് നമ്മുടെ ഹൃദയത്തിൽ ഉറയ്ക്കണം. ആ ദൈവത്തിന് തെറ്റ് പറ്റില്ല എന്ന് വിശ്വസിക്കണം. അപ്പോൾ ഒരു ദൈവമാണ്. അപ്പം നിങ്ങളൊരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ കുടുംബജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ആദ്യമായി ആഴത്തിൽ പതിയേണ്ട ഒരു വിഷയം, ഇത് ദൈവം സ്ഥാപിച്ച ഒരു സംവിധാനമാണ്. അതുകൊണ്ടാണ് കത്തോലിക്ക തിരുസഭയുടെ 7 കൂദാശകളിൽ ഒരു കൂദാശയാണ് വിവാഹം എന്ന കൂദാശ. സത്യത്തിൽ മാമോദീസ പോലെ, പരിശുദ്ധ കുംഭസാരം പോലെ, വിശുദ്ധ കുർബാന പോലെ തത്തുല്യമായി പ്രസാദവരം കൊണ്ടുവരുന്ന ഒരു കൂദാശയാണ് വിവാഹം. അപ്പൊ എത്രമാത്രം പ്രാധാന്യം ഇതിന് ദൈവത്തിന്റെ ഹൃദയത്തിലുണ്ടെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊരു മാനുഷിക ക്രമീകരണം അല്ല, മറിച്ച് ഇത് സംവിധാനം ചെയ്തത് ആരാണ്? ദൈവമാണ്. ഇത് ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ ആരംഭിച്ച ഒരു ക്രമീകരണമാണ് കുടുംബജീവിതം. അത് ഹൃദയത്തിൽ ഉറയ്ക്കണം. ഇനി ഇതാണ് ദൈവത്തിന് കുടുംബത്തെക്കുറിച്ചുള്ള സങ്കല്പമെങ്കിൽ, അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സാത്താൻ ആദ്യം പ്രവേശിക്കുന്നതും ഒരു വീട്ടിലാണ്, ഒരു കുടുംബത്തിലാണ്. പിശാച് ആദ്യമായി തൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ആദത്തിൻ്റെയും ഹവ്വയുടെയും കുടുംബജീവിതത്തിലാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ പ്രാധാന്യം, ദൈവം നൽകിയ സംവിധാനം കുടുംബമാണ്. പിശാച് നോട്ടമിട്ടിരിക്കുന്നതും കുടുംബത്തെയാണ്. ഇതാണ് വിവാഹമെന്ന, ഈ കുടുംബം എന്ന ആ വിഷയത്തിന്റെ പ്രാധാന്യം. ഇതൊരു ഗൗരവമുള്ള സംവിധാനം അല്ലായിരുന്നെങ്കിൽ സാത്താൻ അതിൽ നോട്ടമിടുമായിരുന്നു. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. അതായത് പിശാചിന് വേവലാതി വരുത്തുന്ന ഒരു വിഷയമായിരുന്നില്ല ദാമ്പത്യമെങ്കിൽ, ആദത്തിന്റെ ഹവ്വയുടെയും കുടുംബജീവിതത്തിലേക്ക് സാത്താൻ ഇടപെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പൊ പിശാച് കയറി വരുന്നതും കുടുംബത്തിലാണ്. എന്നിട്ട് പിശാച് എന്ത് ചെയ്തു? ആദ്യ മാതാപിതാക്കൾ ആദ്യം പറഞ്ഞത് എന്താണ്? ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥി, മാംസത്തിൽ നിന്നുള്ള മാംസം. അപ്പൊ എൻ്റെ തന്നെ ഭാഗം, ഞാൻ തന്നെയാണ് നീ ഞാനും ഒന്നാണ്, അവർ രണ്ടുപേരും ഒരു ശരീരമാണ്. ഇങ്ങനെയൊക്കെയുള്ള ആ കാഴ്ചപ്പാടിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ആദം, പിശാചിന്റെ പ്രവർത്തനത്തിന് ശേഷം, പാപത്തിന്റെ വീഴ്ച സംഭവിച്ചതിന് ശേഷം എന്താ പറയുന്നത്? നീ എനിക്ക് തന്ന സ്ത്രീയാണ് എന്നെ കൊണ്ട് ഈ പാപം ചെയ്യിച്ചത്. അപ്പൊ കണ്ടോ, പിശാച് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യമായി സംഭവിക്കുന്നത് സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഭിന്നത പ്രത്യക്ഷപ്പെട്ടു, ബന്ധത്തിൽ വിള്ളല് വീണു, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള മാനസിക ഐക്യം തകർന്നു, അവർ തമ്മിലുള്ള വൈകാരിക ബന്ധത്തിൽ പാപത്തിന്റെ ലാഞ്ചന വരാൻ തുടങ്ങി, അവർ ഒളിക്കാൻ തുടങ്ങി, മറയ്ക്കാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ പിശാച് ആദ്യം പ്രവേശിക്കുന്നതും കുടുംബത്തിലാണ്. കുടുംബത്തിന്റെ തകർച്ചയാണ് സാത്താന്റെ ലക്ഷ്യം. അപ്പൊ ആദവും ഹവ്വയും എന്ത് ചെയ്യുന്നു? അവിടെ അവർ പരസ്പരം കുറ്റം ആരോപിക്കുകയാണ്. ആദം പറയുകയാണ്, ഹവ്വ പറയുകയാണ് പാമ്പാണ് ഇത് ചെയ്തത്. ആദം പറയുകയാണ് ഹവ്വയാണ് ഇതിനെ പ്രേരിപ്പിച്ചത്. പരസ്പരം കുറ്റാരോപണം നടത്തുന്ന ദമ്പതികളെ നമ്മൾ കാണുകയാണ്. അപ്പൊ എല്ലാം ആരംഭിക്കുന്നത് സത്യത്തിൽ പാപത്തിൽ നിന്നാണ്. കുടുംബത്തിന്റെ എല്ലാ തകർച്ചയും ആരംഭിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് ഞാൻ ആമുഖമായിട്ടൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഈ കുടുംബജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ദിവസം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യം, ഈ ദൈവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇഷ്ട വിഷയമാണ് കുടുംബം. ഈശോ മിശിഹാ വന്ന് പിറക്കുന്നത് ഒരു കുടുംബത്തിലാണ്. അസ്വാഭാവികമായി ജനിക്കുകയല്ല, ഒരു കുടുംബത്തിലൊരു അമ്മയുടെ മകനായിട്ട് ജനിക്കുകയാണ്. ഉൽപ്പത്തിയിൽ കുടുംബത്തെക്കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ട് തുടങ്ങുന്നു. വിവാഹം, കുഞ്ഞാടിൻ്റെ വിവാഹത്തെക്കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ട് ബൈബിൾ അവസാനിക്കുന്നു. കാനായിലെ കല്യാണ വീട്ടിൽ ഈശോ തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നു. സാത്താൻ ആദ്യം പ്രവർത്തിക്കുന്നത് കുടുംബത്തിലാണ്. അപ്പം അത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് കർത്താവിൻ്റെ ഇഷ്ടം അറിയണം. ഇനി അടുത്തത്, അപ്പം ഇത് ദൈവം സ്ഥാപിച്ചതായതുകൊണ്ട് തന്നെ ഒരു കുടുംബജീവിതം എങ്ങനെ ആവണമെന്ന് നമ്മൾ ആരോടാണ് ചോദിക്കേണ്ടത്? ഇത് സംവിധാനം ചെയ്തവനോടാണ് ചോദിക്കേണ്ടത്. ഇപ്പം നിങ്ങൾ ഒരു ഫ്രിഡ്ജ് വാങ്ങിയെന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങി, അത് പ്രവർത്തിക്കുന്നില്ല. അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആരോടാണ് ആദ്യം ഇതിൻ്റെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഓണർ ആരാണോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉൽപ്പാദകൻ ആരാണോ, ഇത് ഉണ്ടാക്കിയത് ആരാണോ, ആ കമ്പനിയോടാണ്. ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഫോണ്, സാംസങ്ങിൻ്റെ ഫോണാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് കേടായാൽ നിങ്ങൾ സാംസങ്ങിനോടാണ് പരാതി പറയുന്നത്. അല്ലെങ്കിൽ സാംസങ്ങിലാണ് ഇതിൻ്റെ ഈ പ്രശ്നത്തിൻ്റെ ഉത്തരം, ഇതിൻ്റെ പരിഹാരം നിങ്ങൾ അന്വേഷിക്കേണ്ടത്, അല്ലേ? സാംസങ്ങിൻ്റെ സർവീസ് സെൻ്ററിലാണ് പോകേണ്ടത്. എന്ന് പറഞ്ഞതുപോലെ കുടുംബം ദൈവം സംവിധാനം ചെയ്തതായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ മനുഷ്യർ ആദ്യം അതിൻ്റെ പരിഹാരം അന്വേഷിക്കേണ്ടത് സൈക്കാട്രിക് ഡോക്ടറുടെ അടുത്തല്ല, കൗൺസിലിംഗ് സെൻ്ററുകളിലല്ല, ഫാമിലി തെറാപ്പി സെൻ്ററുകളിലല്ല, കർത്താവിൻ്റെ അടുത്താണ്, ദൈവവചനത്തിലാണ്. എന്താണ് കർത്താവേ കുടുംബത്തിൻ്റെ ലക്ഷ്യം? അപ്പം നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം അതാണ്. നമ്മൾ ഈ മണിക്കൂറിൽ ചെയ്യാൻ പരിശ്രമിക്കുന്നത് കർത്താവിൻ്റെ കണ്ണിൽ എന്താണ് കുടുംബജീവിതം, അല്ലെങ്കിൽ കുടുംബജീവിതം എങ്ങനെ ആകണമെന്നാണ് ദൈവം അഭിലഷിക്കുന്നത്. കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം കുടുംബജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ദമ്പതികളുടെ നന്മ. എന്തിനാണ് കുടുംബജീവിതം? ഈ ഭാര്യയും ഭർത്താവിൻ്റെയും നന്മ, ഇവരുടെ 2 പേരുടെയും വളർച്ച, ഇവരുടെ 2 പേരുടെയും ആത്മീയ പുരോഗതി, ഇവർ 2 പേരിലൂടെയും വെളിപ്പെടേണ്ട ദൈവിക പദ്ധതികൾ വെളിപ്പെടുക. ഇതാണ് ഈ ദമ്പതികളുടെ നന്മ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത്, മക്കൾക്ക് ജന്മം നൽകുക, അവർക്ക് വിദ്യാഭ്യാസം നൽകുക. അപ്പം ഈ 2 കാര്യങ്ങളാണ് ക്രിസ്തീയ കുടുംബത്തിൻ്റെ ലക്ഷ്യം. ഒന്ന് ദമ്പതികളുടെ നന്മ, 2 സന്താനോൽപാദനവും കുട്ടികളുടെ വിദ്യാഭ്യാസവും, മക്കളുടെ വിദ്യാഭ്യാസവും. ഇനി ഈ വിഷയത്തിൽ, കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് തൽക്കാലം ഇപ്പോൾ അതിലേക്ക് പ്രവേശിക്കേണ്ട. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദമ്പതികളുടെ നന്മ. എന്താണ് ഈ കുടുംബത്തിലൂടെ ദമ്പതികൾ ഉദ്ദേശിക്കേണ്ടത്, ലക്ഷ്യം വെക്കേണ്ടത്? ഇതാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ എൻ്റെ കൂടെ നിങ്ങൾ വരണം. അപ്പം നമ്മൾ കുടുംബജീവിതത്തെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, ഈ ദമ്പതികൾ എങ്ങനെയാകണമെന്നാണ് നീ സംവിധാനം ചെയ്തിരിക്കുന്നത്? അപ്പം എങ്ങനെയാണ്? ഇപ്പം ഞാനൊരു അച്ഛനാണ്, ഒരു പുരോഹിതൻ എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ ആരോടാണ് ചോദിക്കേണ്ടത്? കർത്താവിനോടാണ് ചോദിക്കേണ്ടത്. നിത്യ പുരോഹിതനായ ഈശോയോടാണ്. ഈശോ പുരോഹിതനായിരുന്നത് പോലെ പുരോഹിതനാകുമ്പോഴേ എൻ്റെ പൗരോഹിത്യ ജീവിതം കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിലാവും. അപ്പം നിങ്ങൾ കുടുംബജീവിതം നയിക്കുന്നവരെന്ന നിലയിൽ ഇപ്പോൾ നമ്മൾ കർത്താവിനോട് ചോദിക്കാൻ പോവുകയാണ്, കർത്താവേ, ഞങ്ങളൊരു നല്ല കുടുംബജീവിതം നയിക്കാൻ നീ എന്താണ് ഞങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്? ചോദ്യം പിടികിട്ടിയല്ലോ. അപ്പം ഈ വിഷയം പറയുമ്പോൾ എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്, നമ്മൾ മാമോദീസ സ്വീകരിച്ചെങ്കിലും നമ്മൾ ഇപ്പോഴും കാഴ്ചപ്പാടിലും മനോഭാവത്തിലും അക്രൈസ്തവർ തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. നമ്മൾ മാമോദീസയൊക്കെ മുങ്ങിയെങ്കിലും നമ്മളിലെ ലോകം ചിന്തിക്കുന്നത് പോലെയുള്ള ചിന്തകൾ മാറിയിട്ടില്ല. നമ്മുടെ മനോഭാവങ്ങൾ മാമോദീസ മുങ്ങിയിട്ടില്ല. നമ്മുടെ പെർസ്പെക്റ്റീവ്സ്, കാഴ്ചപ്പാടുകൾക്ക് നമ്മൾ സ്നാനം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മാമോദീസ മുങ്ങിയ, എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ മാമോദീസ മുങ്ങിയ ഹൈന്ദവരാണ് നമ്മൾ, മാമോദീസ മുങ്ങിയ മുസ്ലിങ്ങളാണ് നമ്മൾ. എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അറിയാമോ? നമ്മുടെ കാഴ്ചപ്പാടുകൾ, ലോകം ചിന്തിക്കുന്നത് പോലെ അല്ല ക്രിസ്ത്യാനി ചിന്തിക്കേണ്ടത്. ഈശോ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഈശോ പറയാണ്, നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതായിരുന്നു ഈശോയുടെ സ്റ്റൈല്.
നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ആരിന്ന്? നിങ്ങളുടെ അപ്പനിൽ നിന്ന്, നിങ്ങളുടെ അമ്മയിൽ നിന്ന്, നിങ്ങളുടെ നാട്ടുകാരിൽ നിന്ന്, നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതല്ല ഞാൻ പറയുന്നത് അതിന് നേരെ ഓപ്പോസിറ്റാണ്. നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ സമ്പന്നരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഞാൻ നിങ്ങളോട് പറയുന്നു, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. കണ്ട, നേരെ ഓപ്പോസിറ്റാണ്, ഡയമെട്രിക് ഒപ്പോസിഷനാണ്. ഈ ലോകം ചിന്തിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ദൈവം ചിന്തിക്കുന്നത്. ഇതാണ് യെശയ്യാ 55 പറയുന്നത്, ആകാശം ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നു എന്നതുപോലെ എൻ്റെ ചിന്തകളും എൻ്റെ വഴികളും നിങ്ങളുടെ ചിന്തകളിലും നിങ്ങളുടെ വഴികളിൽ നിന്ന് ഉന്നതമാണ്. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം, ദൈവം ചിന്തിക്കുന്നത് പോലെ കുടുംബജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്ന എത്ര കുടുംബങ്ങൾ കേരള സഭയിലുണ്ട്, ഭാരത സഭയിലുണ്ട്, ആഗോള സഭയിലുണ്ട്. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ പല മനോഭാവങ്ങളെയും നമ്മൾ മാമോദീസ മുക്കിയിട്ടില്ല. ഞാൻ ചില ഉദാഹരണം പറയാം, അപ്പം നിങ്ങൾക്ക് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് പിടികിട്ടാൻ വേണ്ടി. അതായത് നമ്മൾ ഈ ബൈബിളിനെ അല്ലെങ്കിൽ നമ്മുടെ ഭക്തിയെ, നമ്മുടെ ആത്മീയതയൊക്കെ വ്യാഖ്യാനിച്ചത് നമുക്ക് ഗുണപ്പെടുന്ന വിധത്തിലാണ്. നമ്മുടെ ഈ ജഡിക മനുഷ്യനെ പോഷിപ്പിക്കുന്ന വിധത്തിലാണ് നമ്മൾ പലപ്പോഴും ഈ ബൈബിളിനെയും വിശ്വാസത്തെയും എല്ലാം വ്യാഖ്യാനിച്ചിട്ടുള്ളത്. നമുക്ക് ലാഭമുണ്ടാവുന്ന വിധത്തിൽ ആത്മീയതയെ വ്യാഖ്യാനിച്ചിട്ടുള്ളൂ. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ലോകത്തിന് വേണ്ടിയുള്ള വ്യാഖ്യാനങ്ങളായിരുന്നു നമ്മുടെ വ്യാഖ്യാനങ്ങളിൽ പലതും. നമ്മൾ ആത്മീയതയെ സമീപിച്ചത് പോലും ഈ ലോകത്തെങ്ങനെ നന്നായിട്ട് ജീവിക്കാം അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു ഇതാണ് കുർബാന, പ്രാർത്ഥന, ആരാധന, പ്രാർത്ഥന, കരിസ്മാറ്റിക്, ധ്യാനം, ഭക്തി, വചനം, അരമണിക്കൂർ ബൈബിൾ വായിക്കുന്നത്, എല്ലാം ഈ ലോകത്തെങ്ങനെ നന്നായിട്ട് ജീവിക്കാം. ഉദാഹരണത്തിന് ലൂക്ക 5 പത്രോസ്ലീഹ രാത്രി മുഴുവൻ വല വിരിച്ചെങ്കിലും മത്സ്യബന്ധനത്തിന് പോയെങ്കിൽ അദ്ദേഹത്തിന് മീൻ കിട്ടിയില്ല. അപ്പോൾ വെളുക്കാറായ സമയത്ത് ഇവർ മടുത്ത് വരുമ്പോൾ ഈശോ വരികയാണ്. ഈശോ വന്നിട്ട് ഈ വഞ്ചി കയറി അങ്ങ് ആഴത്തിലേക്ക് വലയിടാൻ പറഞ്ഞു, വലതുവശത്തേക്ക് വലയിടാൻ പറഞ്ഞു. വലയിട്ടു, ഇഷ്ടം പോലെ മീൻ കിട്ടി. ഇപ്പോൾ ഉദാഹരണത്തിന് ഡാനിയേൽ അച്ഛൻ ഈ ഭാഗം വ്യാഖ്യാനിക്കുകയാണെന്ന് വിചാരിച്ചു. ഞാൻ എങ്ങനെയാണ് ഇത് വ്യാഖ്യാനിക്കാൻ പോകുന്നത്? ഇതാ കർത്താവ് നമ്മുടെ വഞ്ചിയിൽ വന്നാൽ നമുക്ക് ഇഷ്ടം പോലെ മീൻ കിട്ടും. ഈ വ്യാഖ്യാനം കൊണ്ട് എന്താ ഗുണം? എനിക്ക് ലാഭമുണ്ട്. എന്താണ്? ഈശോയെ വിളിച്ചാൽ എനിക്ക് എൻ്റെ സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടും. സത്യം പറഞ്ഞാൽ പത്രോസ്ലീഹ അങ്ങനല്ല ചിന്തിച്ചത്. പത്രോസ്ലീഹ പറഞ്ഞത്, കർത്താവേ നീ എൻ്റെ അടുത്തുനിന്ന് പോണേ, ഞാൻ പാപിയാണ് എന്നാണ് പറഞ്ഞത്. നാളെ നീ എൻ്റെ വഞ്ചി വരണേ, എനിക്ക് ഇഷ്ടം പോലെ മീൻ കിട്ടാൻ സഹായിക്കണേ എന്നല്ല പറഞ്ഞേ. പൊന്നു ദൈവമേ, പൊന്നു കർത്താവേ, ഇത് നിന്നെ കാണുമ്പോൾ എനിക്ക് എൻ്റെ അവസ്ഥ മനസ്സിലാവുന്നു, എനിക്ക് നിന്റെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യതയില്ല, കർത്താവേ നീ പോണേ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം ചെയ്തത്, പിറ്റേ ദിവസം മീൻ പിടിക്കാൻ പോവല്ല, ഈ കർത്താവിൻ്റെ പുറകെ വഞ്ചിയും മത്സ്യവും വലയും ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോവാണ്. പക്ഷെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ വഞ്ചിയിൽ കർത്താവ് വന്നാൽ നമുക്ക് ഇഷ്ടം പോലെ മീൻ കിട്ടും, അങ്ങനെ നമ്മൾ പറയും. നമുക്ക് ലാഭമുള്ള വിധത്തിൽ നമ്മൾ ഈ ബൈബിളിലെ വാക്യങ്ങളെ കാണും. ദൈവം കാണുന്ന പോലെ നമ്മൾ ബൈബിളിനെ പോലും കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മനസ്സിലാവുന്നില്ലേ? കർത്താവിനെ കൊണ്ട് വേറെ ഉദാഹരണം ഞാൻ പറയാം. ഉദാഹരണത്തിന് മത്തായി 19 നമ്മൾ വായിക്കും, പത്രോസ്ലീഹ ചോദിക്കും, കർത്താവേ ഞങ്ങളിതാ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഈശോ എന്താ പറയുന്നത്? നിങ്ങൾ എന്നെ പ്രതിയോ സുവിശേഷത്തെ പ്രതിയോ അപ്പനെയോ അമ്മയോ മക്കളെയോ സമ്പത്തിനെയോ എല്ലാം ഉപേക്ഷിച്ചാൽ നിങ്ങൾക്കെല്ലാം 100 ഇരട്ടി കിട്ടും. ഈ ലോകത്ത് വെച്ച് തന്നെ കിട്ടും, നിത്യജീവനും കിട്ടും. നമ്മൾ സാധാരണ ഇതിനെങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? ഞാൻ ഒരമ്മയെ ഉപേക്ഷിച്ചപ്പോൾ എനിക്ക് 100 കണക്കിന് അമ്മമാരുടെ സ്നേഹം കിട്ടി. എന്താണ് ഈശോ ഉദ്ദേശിച്ചത് നിങ്ങൾക്കറിയാവോ? ഈശോ പറയുകയാണ്, ഒരപ്പനെ നോക്കേണ്ട ബാധ്യതയായിരുന്നു നിനക്ക്. എന്നാൽ നീ എനിക്ക് വേണ്ടി ജീവിക്കാൻ ഇറങ്ങുമ്പോൾ നാളെ മുതൽ നീ 100 അമ്മമാരെ, 1000 അമ്മമാരെ, 10,000 അമ്മമാർക്ക് ഒരു മകൻ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ചെയ്തു കൊടുക്കണമെന്ന ഭാരമാണ് ഈ വാക്യം എനിക്ക് തരുന്നത്. അല്ലാതെ 1000 അമ്മമാരുടെ സ്നേഹം എനിക്ക് നാളെ കിട്ടും എന്നുള്ള ലാഭമല്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ വചനത്തെ എപ്പോഴും ഈ ജഡത്തെ പോഷിപ്പിക്കുന്ന വിധത്തിലേ വ്യാഖ്യാനിച്ചിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു തിരിച്ചറിവ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം അങ്ങനെയാണ്. അതായത് എന്താണ്, നമ്മളിപ്പോൾ ഞാൻ ആരെയും മറ്റു നിർത്തുകയല്ല, ഞാൻ ഉൾപ്പെടെ ബൈബിൾ വ്യാഖ്യാനിച്ചത് എങ്ങനെയാണ്?
നമുക്ക് നമ്മുടെ ഈ ജഡത്തെ പ്രസാദിപ്പിക്കുന്ന വിധത്തിൽ നമ്മൾ വ്യാഖ്യാനിച്ചു. ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി, ഈ ലോകത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെക്കാൻ വേണ്ടി, ഈ ലോകത്തിനപ്പുറത്തുള്ള ഒരു കാര്യത്തിന് ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി ഈ ലോകത്തിന് പറ്റിയ വിധത്തിൽ നമ്മൾ എന്ത് ചെയ്തു? സുവിശേഷത്തെ, വചനത്തെ വ്യാഖ്യാനിച്ചു. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ മാമോദീസ മുങ്ങിയെങ്കിലും നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ വചനമനുസരിച്ച് മാമോദീസ മുങ്ങിയിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്? എന്തിനിത് പറഞ്ഞെന്നറിയാമോ? ഇപ്പൊ നമ്മൾ കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവെ, അങ്ങനാണെങ്കിൽ എന്താണ് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ നിന്ന് അങ്ങ് ആഗ്രഹിക്കുന്നത്? ദമ്പതികൾ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്? കുടുംബജീവിതത്തിലൂടെ ദമ്പതികളുടെ നന്മ എന്ന ആ ലക്ഷ്യം ഞങ്ങൾ എങ്ങനെയാണ് പൂർത്തീകരിക്കേണ്ടത്? നമ്മൾ കുടുംബജീവിതത്തെക്കുറിച്ച്, വിവാഹത്തെക്കുറിച്ച്, ഈ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാമോദീസ മുങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ വ്യക്തമാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറയും. ഇപ്പം നമ്മൾ ഒരു കല്യാണം ആലോചിക്കുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം പരിഗണനകളാണ് ഈ കല്യാണത്തിന് വെക്കുന്നത്? ഉദാഹരണത്തിന്, ഒരു വിവാഹ ജീവിതത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുകയാണ്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സാധാരണഗതിയിൽ നിങ്ങൾ ആരോടാണ് ചോദിക്കുന്നത്? ഇത് നല്ലതാണോ? തീർച്ചയായിട്ടും എന്നോട് പലരും വന്ന് ചോദിച്ചിട്ടുണ്ട്, അച്ഛാ ഇതൊന്ന് പ്രാർത്ഥിച്ചിട്ട് പറയണേ, ഇത് കൊള്ളാവോ? പലരോടും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിക്കുന്നത് നല്ലതാണെന്നാണ് നമ്മുടെ വിചാരം. പക്ഷെ അങ്ങനെ ചോദിക്കുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് ഒന്ന്, ഒരു സെക്കൻഡ് ഒന്ന് സാവധാനം ചിന്തിച്ചേ. ഇപ്പോൾ ഒരു അച്ഛൻ്റെ അടുത്തോ, ഒരു സിസ്റ്ററിൻ്റെ അടുത്തോ, ഒരു ബ്രദറിൻ്റെ അടുത്തോ ചെന്ന് ഈ കല്യാണം നല്ലതാണോ എന്ന് പരിശുദ്ധാത്മാവരോടാണ് ചോദിക്കേണ്ടത്. അങ്ങനെ ചോദിച്ച് നമുക്ക് ശീലമില്ലാത്തതുകൊണ്ട് ഈ മനുഷ്യരുടെ അടുത്ത് നിന്ന് നമ്മളിത് ചോദിക്കുമ്പോൾ, ആ ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ വേറെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അതിന് മുമ്പ് അമ്മ എന്തല്ല ചോദിച്ചത്? നിങ്ങളൊന്ന് ആലോചിക്കേ. നിങ്ങളുടെ മകനോ നിങ്ങളുടെ മകൾക്ക് ഒരു കല്യാണം ആലോചിക്കുമ്പോൾ ഒരാൾ, ഒരു ബ്രോക്കറോ അല്ലെങ്കിൽ ഒരു മാട്രിമോണി സൈറ്റിലോ അല്ലെങ്കിൽ ഇനി ആരെങ്കിലും പരിചയത്തിൽപ്പെട്ട ആരെങ്കിലും ഒന്ന് കല്യാണം, ഇങ്ങനെ ഒരു കല്യാണം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ പറയട്ടെ. 1, എന്നാ സാമ്പത്തികമുണ്ട്? 2, ചെറുക്കൻ എന്നാ ജോലി? 3, ചെറുക്കൻ അല്ലെ പെണ്ണ് എന്നാ പഠിച്ചിട്ടുണ്ട്? 4, ഇവരേത് കുടുംബക്കാരാണ്? 5, ഇവരേത് കാസ്റ്റാണ്? സത്യം അല്ലെങ്കിൽ നിങ്ങൾ പറ. ഈ 5 ചോദ്യങ്ങൾ മിനിമം ചോദിച്ചിട്ട് നമ്മൾ ചോദിക്കൂ, ഇത് കർത്താവിന് ഇഷ്ടമാണോ? അപ്പൊ കർത്താവിന്റെ ഇഷ്ടത്തെക്കാൾ ഉപരി നമ്മൾ മുൻഗണന വെച്ചിരിക്കുന്നത് സമ്പത്ത്, വിദ്യാഭ്യാസം, കൾച്ചർ, ഫാമിലി, ജോലി, കാസ്റ്റ്. കാസ്റ്റ് എന്ന് ഞാൻ പറയുമ്പോൾ ക്രിസ്ത്യാനികളുടെ ഇടയിലും കാസ്റ്റ് ഉണ്ട്, അതറിയാലോ. ഇത്രയും ജാതി ഭ്രാന്തുള്ള ആളുകൾ ഹിന്ദുക്കളുടെ പോലും ഇല്ല. അപ്പോ ഞാൻ പറയുന്നത് ഇതാണ്. അപ്പൊ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ എത്ര പേരോട് കൺസൾട്ട് ചെയ്തിട്ടാണ്, എത്ര കാര്യങ്ങൾ കൺസൾട്ട് ചെയ്തു? സമ്പത്തിന്റെ ദേവിയോട് കൺസൾട്ട് ചെയ്തു, വിദ്യാഭ്യാസത്തിന്റെ ദേവിയോട് കൺസൾട്ട് ചെയ്തു, കുലദൈവങ്ങളോട് കൺസൾട്ട് ചെയ്തു, അല്ലേ? ഗോത്രം, കുടുംബം, ഇവരോടെല്ലാം കൺസൾട്ട് ചെയ്തിട്ടാണ് പരിശുദ്ധാത്മാവോട് ചോദിക്കുന്നത്, ഇത് കൊള്ളാവോ കൊള്ളത്തില്ലയോ? ഇതെല്ലാം നല്ലതായതുകൊണ്ടാണ് ചോദിക്കുന്നത്, ദൈവഹിതാണോ എന്ന്. ഇതല്ലെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് നിങ്ങളോട് എനിക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഇതാണ്. ഇതൊന്നും ഒത്തില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുമോ ഇത് ദൈവഹിതാണോ? അതാണ് അറിയേണ്ടത്. കാസ്റ്റ് ഒത്തിട്ടില്ല, ജാതി ഒത്തിട്ടില്ല, സമ്പത്ത് ഒത്തിട്ടില്ല, എഡ്യൂക്കേഷൻ ഒത്തിട്ടില്ല, ജോലി ഒത്തിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ ഒത്തില്ലെങ്കിൽ ചോദിക്കുമോ ദൈവഹിതാണോ ചോദിക്കുമോ? നിങ്ങളുടെ ഒരു ആത്മീയ മനുഷ്യനാണെങ്കിൽ ഒറ്റ ചോദ്യം ചോദിക്കൂ. ഒരു കല്യാണാലോചന വരുന്നു, വേറെ ഒരു ഫൈനാൻസ് നോട്ടമില്ല, ജാതി നോട്ടമില്ല. ജാതി എന്ന് ഞാൻ പറയുന്നതേ മലങ്കര, മലബാർ, ലത്തീൻ ആ നോട്ടമൊന്നുമില്ല. സുറിയാനി, നാടാർ, ദളിത് നോട്ടമില്ല. മനസ്സിലായോ? ഒരു നോട്ടമില്ലാതെ നിങ്ങൾ ചോദിക്കുകയാണ്, ഫൈനാൻസ് നോട്ടമില്ല, കാസ്റ്റ് നോട്ടമില്ല, ജോലി നോട്ടമില്ല, കുടുംബം ഏതായാലും നോട്ടമില്ല. ഇത്രേ നോക്കുന്നുള്ളൂ. തമ്പുരാന് ഇത് ഇഷ്ടമാണോ? അങ്ങനെ ചോദിക്കുന്ന ഒരു 10 കുടുംബം കേരളത്തിലുണ്ടെങ്കിൽ കേരളത്തിലെ കുടുംബങ്ങൾ വ്യത്യാസപ്പെടും. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ മാമോദിസ മുങ്ങിയെന്നേ ഉള്ളൂ,
നമ്മുടെ കാഴ്ചപ്പാടുകൾ മാമോദീസ മുങ്ങിയിട്ടില്ല. നമ്മൾ ഇപ്പോഴും മാമോദീസ മുങ്ങിയ ഹിന്ദുക്കൾ തന്നെയാണ്. ഇപ്പോഴും നമ്മൾ മാമോദീസ മുങ്ങിയ മുസ്ലിങ്ങൾ തന്നെയാണ്. ഇപ്പോഴും നമ്മൾ മാമോദീസ മുങ്ങിയ നിരീശ്വരവാദികൾ തന്നെയാണ്. കറക്റ്റായിട്ട് പറഞ്ഞാൽ മാമോദീസ മുങ്ങിയ നിരീശ്വരവാദികളാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും പോലും ഇതിനേക്കാളും കുറച്ചുകൂടെ ഇത്രയൊന്നും ശ്രദ്ധിക്കാത്ത ആളുകളാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്നോട് വിഷമം തോന്നും. വിഷമം തോന്നണം. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എന്നോട് പ്രയാസം തോന്നും. പ്രയാസം തോന്നണം. നിങ്ങൾക്ക് പറയും, അച്ഛന് പ്രസംഗിക്കുന്നവർക്ക് എന്തും പറയാം. അങ്ങനെ നിങ്ങൾ പറയണം. എന്നിട്ട് നിങ്ങളുടെ രാത്രികളിൽ എൻ്റെ ഈ ശബ്ദം വന്ന് നിങ്ങളെ വേട്ടയാടണം. നമ്മൾ അങ്ങനെ ഒരവസ്ഥയിലായിപ്പോയി. നമ്മൾ ചോദിക്കുന്നില്ല, കർത്താവേ നിനക്കിത് ഇഷ്ടമാണോ? നിനക്കിഷ്ടമാണെങ്കിൽ ഫൈനാൻസ് എന്തും ആവട്ടെ, ഇത് നിന്റെ ഹിതമാണെങ്കിൽ ജാതി എന്തും ആവട്ടെ, ഇത് നിന്റെ ഹിതമാണെങ്കിൽ എഡ്യൂക്കേഷൻ എന്തും ആവട്ടെ, ജോലി എന്തും ആവട്ടെ. നിങ്ങൾക്കറിയോ, ഇന്ന് കേരള സഭയിൽ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാര്, ആണുങ്ങള് കല്യാണം കഴിക്കാൻ നിൽക്കുകയാണ്. എന്തുകൊണ്ട് കല്യാണം നടക്കുന്നില്ല? ഹൈന്ദവരുടെ കല്യാണം നടക്കുന്നുണ്ട്, മുസ്ലിങ്ങളുടെ കല്യാണം നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് ക്രിസ്ത്യാനിയുടെ കല്യാണം നടക്കുന്നില്ല? എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ ഈ കല്യാണത്തിന് കർത്താവ് ആഗ്രഹിക്കാത്ത ഒരുപാട് പരിഗണനകൾ വെച്ച് കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇത് കർത്താവിന്റെ ഹിതമാണോ? ഇന്ന് ഒരുപാട് കല്യാണങ്ങൾ നടക്കാത്തതിന്റെ കാരണവും ഇന്ന് ഒരുപാട് നടന്ന കല്യാണങ്ങൾ തകരുന്നതിന്റെ കാരണവും ഇതാണ്. കല്യാണം കഴിഞ്ഞ് 4 ദിവസം കഴിയുമ്പോൾ പറയാണ്, നീ എന്നെ കൊണ്ടുവന്നു, പറ. ഞാനൊന്നും കൊണ്ടുവന്നില്ല, ഞാൻ വന്നു, അത്രേ ഉള്ളൂ. നിനക്ക് പറ്റുമോ? നിന്റെ അപ്പൻ എന്നെ തന്നു, എൻ്റെ അപ്പൻ ഒന്നും തന്നില്ല, എന്നെ തന്നു, നിനക്ക് നടക്കുവോ? നിനക്ക് ഈ കല്യാണം കഴിഞ്ഞ് നിനക്ക് എന്ത് ജോലി കിട്ടി? ഒരു ജോലിയും കിട്ടിയില്ല. ഞാൻ പറയുന്നത്, നമ്മുടെ തലയ്ക്കകത്ത് കയറിക്കൂടിയ ഭൂതങ്ങൾ, ഇതിനെയൊക്കെയാണ് സത്യത്തിൽ എക്സോർസിസം ചെയ്യേണ്ടത്. ഇതിനെയൊക്കെയാണ് ഡെലിവറൻസ് ചെയ്യേണ്ടത്, നമ്മുടെ തലയ്ക്കകത്ത് കയറിയ പിശാചുക്കളെ. ഇപ്പൊ ഒരുപാട് കല്യാണങ്ങൾ നടക്കാത്തതിൻ്റെയും ഒരുപാട് നടന്ന കല്യാണങ്ങൾ തകരുന്നതിൻ്റെയും കാരണം ദൈവം ആഗ്രഹിക്കാത്ത സങ്കല്പങ്ങളാണ് കുടുംബത്തെക്കുറിച്ച് നമ്മൾ കൊണ്ട് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? അതിന് ഏറ്റവും നല്ല ഉദാഹരണം ബൈബിളിലെ ഹോസിയ പ്രവാചകന്റെ പുസ്തകമാണ്. ഈ ഹോസിയ പ്രവാചകന്റെ പുസ്തകം, ആ പുസ്തകത്തില് ഹെസദ് എന്നൊരു വാക്കുണ്ട്. ഈ വാക്ക് നിങ്ങൾ ഓർത്തിരിക്കണം. ഹെസദ്, CHESED, ഹെസദ്. ഈ ഹെസദ് എന്ന് പറയുന്ന വാക്കിന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒന്നും തത്തുല്യമായ ഒരൊറ്റ വാക്കില്ല. അതുകൊണ്ട് പലപ്പോഴും ബൈബിളിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് സ്നേഹം, വിശ്വസ്തത, ഈ വാക്കുകൾ കൊണ്ടാണ്. പക്ഷേ ഹെസദ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം കരുണാർദ്രമായ സ്നേഹം എന്നാണ്. അപ്പൊ ഈ വാക്ക് ഓർത്തിരിക്കണം. ഹോസിയ പ്രവാചകന്റെ പുസ്തകം നിങ്ങൾ പഠിക്കുമ്പോൾ ഈ വാക്ക് ഓർത്തിരിക്കണം, ഹെസദ്. എന്താണ് ഹെസദിന്റെ അർത്ഥം? കരുണാർദ്രമായ സ്നേഹം. ഈ പുസ്തകത്തിൽ ആവർത്തിച്ച് കാണുന്നൊരു വാക്കാണിത്, കരുണാർദ്രമായ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ് കരുണാർദ്രമായ സ്നേഹം? എന്തെല്ലാം സംഭവിച്ചാലും, ഈ പങ്കാളി ഏത് വഴിക്ക് പോയാലും, ഈ പങ്കാളി എങ്ങനെ സ്നേഹിക്കാതിരുന്നാലും, പങ്കാളിയെ ഞാൻ കരുണാർദ്രമായി സ്നേഹിക്കും. അതാണ് ഹെസദ്. ദൈവത്തിന്റെ സ്നേഹം പറയാൻ പ്രവാചകൻ ഉപയോഗിക്കുന്ന വാക്കാണത്. അപ്പൊ ഈ പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഓരോ പ്രവാചകനും വന്നിട്ട് ഒരു പ്രസംഗം പറയുക മാത്രമായിരുന്നില്ല. അവരുടെ ജീവിതത്തെ ദൈവം എന്നാ ചെയ്യുന്നറിയാമോ? അവര് പറയുന്ന മെസ്സേജ് പോലെ ആക്കി അവരുടെ ജീവിതത്തെ. പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ സൂക്ഷിച്ചു നോക്കിയാൽ മതി. ഇവരെന്ത് മെസ്സേജാണോ പറഞ്ഞത്, ആ മെസ്സേജിന് പറ്റിയ രീതിയിലാണ് ഇവരുടെ ജീവിതത്തെ കർത്താവ് ക്രമീകരിച്ച് വിട്ടത്. ഇപ്പൊ ഉദാഹരണത്തിന്, ജെറമിയായോട് ദൈവം പറഞ്ഞു, നീ കല്യാണം കഴിക്കാൻ പാടില്ല.
ജെറമ്യായോട് പറയണം, നീ കല്യാണം കഴിക്കാൻ പാടില്ല. എന്തുകൊണ്ട് കല്യാണം കഴിക്കാൻ പാടില്ല? കല്യാണം കഴിക്കാതെ ബാച്ചലറായിട്ട് നടക്കുമ്പോ, സ്നേഹിക്കാൻ ആരുമില്ല നടക്കുമ്പോ, എൻ്റെ ജനം എന്നെ ഉപേക്ഷിച്ചപ്പോൾ ഞാൻ അനുഭവിച്ച വേദന എന്താണെന്ന് നിനക്ക് ഈ ജനത്തോട് പറയാൻ നീ പഠിക്കും. എണ്ണമറ്റ ദിനങ്ങളായി എൻ്റെ ജനം എന്നെ മറന്നിരിക്കുന്നു. ആരാ പറയുന്നത്? ജെറമ്യായ പറയുന്നത്. അരക്കച്ച അരക്കെട്ടിനോട് ചേർന്നിരിക്കുന്നത് പോലെ എൻ്റെ ജനം എന്നോട് ചേർന്നിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആരാ പറയുന്നത്? ജെറമ്യായ പറയുന്നത്. എൻ്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്ന് എൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന ഞാൻ പ്രത്യാശിച്ചു. ആരാ പറയുന്നത്? ജെറമ്യായ പറയുന്നത്. എൻ്റെ ജനം രണ്ട് തെറ്റ് ചെയ്തു, ജീവജലത്തിന്റെ ഉറവയായി എന്നെ അവർ ഉപേക്ഷിച്ചു, തങ്ങൾക്ക് വേണ്ടി വെള്ളം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ. ആരാ പറയുന്നത്? ജെറമ്യായ. ജെറമ്യായ എങ്ങനെ ഇത് പറഞ്ഞത്? ജെറമ്യായോട് പറഞ്ഞു, നീ കല്യാണം കഴിക്കാൻ പാടില്ല. നീ ഒറ്റപ്പെട്ട് ഒറ്റയ്ക്കും ഏകാന്തതയിലും നിന്റെ ഏകാന്ത വേദനയിലും നടക്കുമ്പോ നിനക്ക് പറയാൻ പറ്റും, ഇസ്രായേൽ എന്ന മണവാട്ടി കളഞ്ഞിട്ട് പോയ ഞാൻ അനുഭവിക്കുന്ന വേദന. ഇത് പറയാൻ എന്ത് ചെയ്തു? ആ പ്രവാചകന്റെ ജീവിതത്തെ അതിന് പറ്റിയ രീതിയിലാക്കി. യെസക്കേലിനോട് പറഞ്ഞു, നിന്റെ ഭാര്യ ഏതാനും ദിവസം കഴിയുമ്പോൾ മരിക്കും, നീ കരയരുത്. നിന്റെ ഭാര്യ മരിക്കുമ്പോൾ നീ കരയാൻ പാടില്ല. എന്നിട്ട് പറയുകയാണ്, പ്രവാസത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഞാനും ഇതുപോലെ നിർവികാരനായി നിൽക്കും. ദൈവം പറയുകയാണ്. യെസക്കേലിനെ കൊണ്ട് ഇങ്ങനെ കിടത്തുന്നുണ്ട്. ഒരു വർഷം മുഴുവൻ ഒരു വശത്തേക്ക് ചരിഞ്ഞ് കിടത്തിക്കുന്നു. അപ്പൊ ഈ പ്രവാചകന്മാർ എന്ത് ചെയ്യുന്നു? പ്രവാചകന്മാർ പറയേണ്ട മെസ്സേജിന് പറ്റിയ വിധത്തിൽ ഇവരുടെ ജീവിതം ആക്കി. അപ്പൊ അവരുടെ ജീവിതം തന്നെ മെസ്സേജ് ആയിരുന്നു. ആ ജീവിതത്തിൽ നിന്നുകൊണ്ടാണ് അവർ പ്രസംഗിച്ചത്. അതാണ് അവരുടെ വാക്കുകളിൽ തീയുണ്ടായിരുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വെളിപ്പെടുത്തലുകൾ വരുന്നത്, ദൈവം ആ വെളിപ്പെടുത്തലിന് പറ്റിയ വിധത്തിൽ പ്രവാചകരുടെ ജീവിതത്തെ അഗ്നി പരീക്ഷകളിലൂടെ കടത്തിവിട്ടിട്ടായിരുന്നു. അങ്ങനെ പ്രവാചകനായിരുന്നു ആര്? ഹോസിയ. ഹോസിയയുടെ തന്നെ കർത്താവ് പറഞ്ഞെന്നറിയാമോ? നീ പോയി ഒരു വേശ്യാസ്ത്രീയെ കല്യാണം കഴിക്കുക. ഗോമർ എന്നായിരുന്നു അവരുടെ പേര്. എന്നിട്ട് ആ ബന്ധത്തില് 3 കുട്ടികളുണ്ടായി. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതിലെ ഒരു കുട്ടി ഹോസിയയുടെ ആയിരുന്നില്ല. അവര് വേറെ ആരിൽ നിന്നോ ഗർഭം ധരിച്ചൊരു കുട്ടിയായിരുന്നു. 3 കുട്ടികൾ, വേശ്യാസ്ത്രീ. കുറച്ചുനാൾ ഇങ്ങനെ ഹോസിയയുടെ കൂടെ താമസിച്ചിട്ട് ഇവർ വീണ്ടും അവരുടെ പഴയ തൊഴിലിലേക്ക് തിരിച്ചുപോയി. കർത്താവ് പറയാണ്, നീ വീണ്ടും ചെല്ലുക, നീ അവളെ കണ്ടുപിടിക്കുക. ഒരു മനുഷ്യനുമായി പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹോസിയ അവളെ കണ്ടുപിടിച്ചു, തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു, വീണ്ടും അവളെ പരിഗ്രഹിച്ചു. അവളെ കുറച്ചു നാളത്തേക്ക് ഒരു ശിക്ഷണക്രമത്തിലൂടെ കടത്തിവിട്ടു. എന്നിട്ട് വീണ്ടും ഭാര്യയാക്കി മാറ്റി. കർത്താവ് പറയാണ്, ഇതാണ് ഞാൻ ചെയ്യുന്നത്. വേശ്യാവൃത്തി ചെയ്ത നിന്റെ ഭാര്യ ഗോമർ വഴിപിഴച്ചു പോയ ഇസ്രായേലിന്റെ പ്രതീകമാണ്. അവള് വേശ്യാവൃത്തി ചെയ്ത് അകന്നു പോയിട്ടും അവളെ തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും അവളെ ഞാൻ ഭാര്യയാക്കി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോ ദമ്പതികൾ എങ്ങനെ സ്നേഹിക്കണം എന്നതിന്റെ ബൈബിളിലെ ഏറ്റവും മനോഹരമായ ചിത്രമാണ് ഹോസിയ. ഹോസിയ എന്ന ഭർത്താവ്. ഹോസിയ എന്ന് പറയുന്ന ഭർത്താവ് ആരെയാണ്? വേശ്യാവൃത്തി ചെയ്തിരുന്ന ഒരു സഹോദരിയെ കല്യാണം കഴിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ പ്രവാചകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത് വേശ്യാസ്ത്രീയെ. എന്റെ കർത്താവ് പറയാണ്, കുടുംബജീവിതം എങ്ങനെയാവണം? അതായത് നിന്റെ പങ്കാളി എത്ര വഴിപിഴച്ചതാണെങ്കിലും അവളോട് നീ കാണിക്കേണ്ട എന്താണ് ആ വാക്ക്? ഹെസദ്, കരുണാർദ്രമായ സ്നേഹം. ഹെസദ്. പങ്കാളി എങ്ങനെ അകന്നു പോയാലും അവനോട് കരുണാർദ്രമായ സ്നേഹം. ഡിവോഴ്സ് ചെയ്യാൻ ഒരു കാരണം നോക്കി നടക്കുന്ന മാമോദീസ മുങ്ങിയ നിരീശ്വരവാദികൾക്ക് ഇത് മനസ്സിലാവില്ല. എന്ത് കാരണം കൊണ്ട് ഡിവോഴ്സ് ചെയ്യാനെന്ന് ആലോചിച്ച് നടക്കുന്ന മാമോദീസ മുങ്ങിയ നിരീശ്വരവാദികൾക്ക് ഇത് പിടിയിട്ടില്ല. ഹെസദ്. ദമ്പതികൾ എങ്ങനെ സ്നേഹിക്കേണ്ടത്? ഇതാണ് കർത്താവ് പഠിപ്പിച്ചത്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. സഭ എങ്ങനെയായിരുന്നു? സഭ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ്?
റോമർ 5 പറയുന്നുണ്ട്, നാം ബലഹീനരായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. റോമർ 5 അടുത്ത വാക്യം പറയാണ്, നാം ശത്രുക്കളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. റോമർ 5 വീണ്ടും പറയാണ്, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. നമ്മൾ നല്ലവരായിരിക്കുമ്പോഴല്ല, നമ്മളെല്ലാം നന്നായിട്ട് ചെയ്തപ്പോഴല്ല, നമ്മളെല്ലാം നല്ല മച്ചുവറായിട്ട് ബിഹേവ് ചെയ്തപ്പോഴല്ല, നാം ശത്രുക്കളായിരുന്നപ്പോൾ, നാം പാപികളായിരുന്നപ്പോൾ, നാം ബലഹീനരായിരുന്നപ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അപ്പൊ ഒരു ഭർത്താവ്, ഒരു ഭാര്യ ക്രിസ്തു തൻ്റെ മണവാട്ടിയെ സ്നേഹിച്ചതുപോലാണ് സ്നേഹിക്കേണ്ടത്. ഇന്ന് നമ്മൾ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ മാറൂ, ഞാൻ നിന്നെ സ്നേഹിക്കാം. നിന്നെ ഞാൻ എങ്ങനെ സ്നേഹിക്കും? കാരണം നീ ഞാൻ ചിന്തിക്കുന്നതിന്റെ ഓപ്പോസിറ്റാണ് ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും. നിന്നെ ഞാൻ എങ്ങനെ സ്നേഹിക്കും? അന്നേരം ഓർക്കണം, ഹോസിയ ഒരു വേശ്യാ സ്ത്രീയെ കല്യാണം കഴിക്കൂ. 3 മക്കള്, ഒന്ന് ഇയാളുടെ അല്ല. അവള് വീണ്ടും പാപത്തിലേക്ക് പോയിട്ട് പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അയാൾ കാണുകയാണ്, തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. 100 പേര് ഇത് കേൾക്കുമ്പോ 99 പേരും ഇപ്പൊ TV ഓഫ് ചെയ്യുമെന്ന് എനിക്കറിയാം. ഞാൻ പറയുന്നത് ആ ഓഫ് ചെയ്യാത്ത ഒരാൾക്ക് വേണ്ടിയാണ്. ആ ഒരാള് ഈ സഭയെ തീപിടിപ്പിക്കും. ഇതെന്റെ അഭിപ്രായം ഞാൻ പറയുന്നില്ല. ഞാൻ ചെയ്യുന്നത്, ഞാൻ ജീവിക്കുന്നത് നിങ്ങളോട് ഞാൻ പ്രഘോഷിക്കുകയല്ല. മറിച്ച് ഞാൻ പറയുന്നത് ഇതാണ് കർത്താവിന്റെ മനസ്സ് കുടുംബത്തെക്കുറിച്ച്. ഇത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ഇതാണ് കുടുംബജീവിതത്തെക്കുറിച്ച് കർത്താവിന്റെ മനസ്സ്. ഇത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ഞാൻ ഈ വിഷയം ഓർക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ വരുന്നത് ജോൺ ബോളിനെയും ജെയെന്നെയുമാണ്. നിങ്ങൾ ഓം പ്രകാശ് ജോൺ ബോളായ ടെസ്റ്റിമണി കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ അത് അവൈലബിൾ ആണ്. ഇവിടെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അത് നിങ്ങൾ കാണണം. അനില എന്ന് പേരുള്ളൊരു ഹൈന്ദവ പെൺകുട്ടി പശുവിനെ വളർത്തിയും പാല് വിറ്റുമാണ് അമ്മ അവളെ വളർത്തിയത്. 2 പെൺകുട്ടികൾ. അപ്പം നേരത്തെ മരിച്ചുപോയി. നഴ്സിംഗ് പഠനമൊക്കെ കഴിഞ്ഞ് അമ്മ കഷ്ടപ്പെട്ട് പശുവിനെ വളർത്തി പഠിപ്പിച്ചാണ് ഈ കൊച്ചിനെ. അപ്പോഴാണ് കല്യാണം ആലോചിക്കുന്നത്. കല്യാണം ആലോചിക്കുമ്പോൾ കോട്ടയത്ത് ഒരു പോലീസുകാരിയുടെ മകനായ ഓം പ്രകാശിനെ, ഹൈന്ദവ കുടുംബമാണ്, ആലോചിക്കുകയാണ്. കല്യാണത്തിന് 3 ദിവസം മുമ്പ് വിളിച്ചു പറയുകയാണ്, ഇവൻ കഞ്ചാവിന് അടിമയാണ്, ക്രിമിനലാണ്, ചേച്ചി ഇവനെ കല്യാണം കഴിക്കരുത്, ചേച്ചി ഇവൻ കൊന്നുകളയും. ചേച്ചിയുടെ അമ്മ ചേച്ചിയെ പശുവിനെ വളർത്തിയും പാല് വിറ്റുമല്ലേ പഠിപ്പിച്ചത്, ഇവൻ കൊന്നുകളയും. കാരണം ഇവൻ ക്രിമിനലാണ്. കള്ളു കുടിച്ചും കഞ്ചാവ് അടിച്ചും കടത്തിണ്ണകളിൽ കിടന്നുറങ്ങുന്ന ഒരുത്തനാണ്. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഇവൻ ഒരു ഒഴിയാ ബാധയാണ്. ചേച്ചി ഇവൻ കൊല്ലും. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളായിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ, നിങ്ങളുടെ മക്കളായിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ എന്ത് പറയുമായിരുന്നു? 3 ദിവസം മുമ്പെങ്കിലും പരിശുദ്ധാത്മാവ് നമ്മളെ അറിയിച്ച് തന്നതാണ് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി. എന്നാൽ ഈ അനില നമ്മുടെ കൂട്ട് കള്ള ക്രിസ്ത്യാനികളല്ലാത്തത് കൊണ്ട് അവൾ എന്ത് ചെയ്തു? അവൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി. എന്നിട്ട് അവൾ ചോദിച്ചു, കർത്താവേ, എൻ്റെ അപ്പൻ മരിച്ചതിന് ശേഷം എൻ്റെ അപ്പൻ നീയാണ്, നീ പറഞ്ഞതാ, ഞാൻ എന്ത് ചെയ്യണം? കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് ബൈബിള് തുറക്കുമ്പോൾ അവൾക്ക് കിട്ടിയത് മത്തായി 18 കർത്താവിൻ്റെ ആത്മാവ് അരുളി ചെയ്യുന്നു, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. അവൾ ആ കല്യാണത്തിന് തയ്യാറെടുക്കുകയാണ്. കല്യാണം നടന്നു. 5 വർഷത്തെ നരകയാതന, പീഡാനുഭവങ്ങളുടെ പറഞ്ഞാൽ തീരാത്ത ചരിത്രം. ഒടുവിൽ അടിച്ചു പിടിച്ചും കൊല്ലാൻ നോക്കിയ ഒരു രാത്രിക്കൊടുവിൽ വെളുപ്പംകാലത്ത് എഴുന്നേറ്റിട്ട് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ബസ്സിലിരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ ഒറ്റ ദിവസമല്ലേ കുരിശേ കിടന്നുള്ളൂ, ഞാൻ 5 കൊല്ലമായിട്ട് കുരിശേലാണ്.
അന്ന് രാത്രി കർത്താവിൻ്റെ ആത്മാവ് ഓം പ്രകാശിനെ തൊട്ടു. അനില മാമോദീസ മുങ്ങി GNA ആയി. ഓം പ്രകാശ് മാമോദീസ മുങ്ങി ജോൺ പോളായി. ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിൽ ഇന്ന് കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്ന മകനായി മാറി. നിങ്ങൾക്ക് ക്രിസ്തീയ കുടുംബത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ നിങ്ങൾ ഓം പ്രകാശിനെയും അനിലെയും നോക്കുക. അപ്പൊ ദമ്പതികളുടെ നന്മ, ഇത് ദമ്പതികളുടെ നന്മ എന്ന് പറയുന്നത് ലോകം കാണുന്നൊരു നന്മയല്ല. നമ്മൾ സാധാരണഗതിയിൽ ഈ ലോകത്തുള്ള ഇപ്പോൾ കേരളത്തിലോ ഭാരതത്തിലോ ലോകത്തോ എവിടെ ആവട്ടെ, ഒരു കുടുംബം, ഒരാൾ കല്യാണം കഴിക്കുമ്പോൾ, ഇപ്പം നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോൾ എന്താ ചിന്തിക്കുന്നത്? ഭർത്താവ് ഇവളെ നന്നായിട്ട് നോക്കണം, അവന് നല്ല ജോലി വേണം, അവൻ നന്നായിട്ട് കുടുംബം എല്ലാം നോക്കണം, കൊച്ചിന് ഒരു വിഷമം വരരുത്, പ്രയാസമൊന്നും ഇല്ലാതെ ഇങ്ങനെ നോക്കി മുന്നോട്ട് പോക്കണം, പിന്നെ അവർക്ക് നല്ല കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവണം, അവരൊക്കെ നല്ല രീതിയിൽ പഠിക്കണം, വളരണം. ഇതാണ് ഏത് ലോകത്തെ ഏത് സാധാരണ മനുഷ്യനും വിവാഹത്തെക്കുറിച്ചുള്ള ചിന്ത. നിങ്ങൾ മനസ്സിലാക്കേണ്ട സത്യം എന്തെന്നറിയാമോ? ഇതാണോ കർത്താവിൻ്റെ ചിന്ത? ഇതൊന്നും വേണ്ടെന്നല്ല. അപ്പം നമ്മളൊരു സാധാരണ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ എന്താ ചിന്തിക്കുന്നത്? ഇങ്ങനെ കാണുന്ന ഒരാൾ, അയാൾ നിൽക്കുന്നത് റിസീവിങ് എൻഡിലാണ്. സൂക്ഷിച്ച് കേൾക്കുക ഈ വാക്കുകൾ. അയാൾ നിൽക്കുന്നത് റിസീവിങ് എൻഡിലാണ്. എന്താണ്? എൻ്റെ മകൾക്ക് ഈ കല്യാണത്തിൽ നിന്ന് എന്തെല്ലാം കിട്ടും, അല്ലേ? റിസീവിങ് എൻഡാണ്, സ്വീകരിക്കുന്ന ആ തലത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല കംഫർട്ട് എല്ലാം കിട്ടണം. എൻ്റെ കൊച്ചിന് കംഫർട്ടല്ല, അല്ലെ ഈ കുട്ടി വിചാരിക്കുകയാണ്, അല്ലെ ഈ ചെറുപ്പക്കാരൻ വിചാരിക്കുകയാണ്, എനിക്ക് ഈ കല്യാണത്തിൽ നിന്ന് ലാഭം ഉണ്ടാവണം. അതല്ലേ സത്യത്തിൽ ലാഭം? അത് ആത്യന്തികമായിട്ട് ഈ കണക്കുകൂട്ടലെല്ലാം, കൾച്ചർ, സാമ്പത്തികം, ജോലി, വിദ്യാഭ്യാസ യോഗ്യത, കുടുംബം, ഇതെല്ലാം സത്യത്തിൽ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ലാഭം. സത്യമല്ലേ? ലാഭം. അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് എന്ത് ലാഭം കിട്ടും? പണം മാത്രമല്ല, എല്ലാ മേഖലയിലും എന്ത് ലാഭം കിട്ടും? അപ്പൊ ഈ ലാഭ കണ്ണാണ്. അപ്പൊ അങ്ങനെ ആ കണ്ണുള്ള ഒരാള് കുടുംബജീവിതത്തിന് തയ്യാറെടുക്കുമ്പോൾ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ് കാണുന്നത്? അയാൾ എവിടെ നിൽക്കുന്നത്? റിസീവിങ് എൻഡിലാണ്, കിട്ടുന്നിടത്താണ്. ഇതാണ് ലോകത്തിന്റെ കാഴ്ചപ്പാട്. ക്രിസ്തീയ കുടുംബത്തിന്റെ കാഴ്ചപ്പാട് എന്താണെന്നറിയോ? റിസീവിങ് എൻഡിലല്ല, ഗിവിങ് എൻഡിലാണ്. അവിടെ നഷ്ടമാണ്, വ്യയം ചെയ്യലാണ്, കൊടുക്കലാണ്. അപ്പോൾ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി വിചാരിക്കുകയാണ്, ഈ കല്യാണത്തിലൂടെ എനിക്ക് എന്തുമാത്രം കൊടുത്തു തീർക്കാം, നഷ്ടപ്പെടുത്താം, മരിക്കാം, ബലിയാവാം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്കിത്? ക്രിസ്ത്യൻ ഫാമിലിയിൽ കപ്പിൾസ് നിൽക്കുന്നത് റിസീവിങ് എൻഡിലല്ല, ഗിവിങ് എൻഡിലാണ്. എത്ര കുടുംബങ്ങൾക്കറിയാം ഇത്? എത്ര ഭർത്താക്കന്മാർക്ക് ഇതറിയാം? ഞാൻ ഈ കൊടുത്തു 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 ഒരു ദിവസം പിടഞ്ഞു തീരേണ്ട ഒരു ജീവിതമാണ് എൻ്റെ ജീവിതം. എത്ര ഭാര്യമാർക്ക് ഇതറിയാം? കൊടുത്ത് 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 നേടാനുള്ളൊരു ജീവിതമല്ല ഇത്, നഷ്ടപ്പെടുത്താനുള്ള ജീവിതമാണിത്. ആർക്ക് വേണ്ടി? ഭാര്യയ്ക്ക്, മക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി ഉരുകി 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 തീരാനുള്ള ഒരു ജന്മം. അതാണ് കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. അപ്പൊ അതുകൊണ്ട് ഈ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കാതെ, നഷ്ടം സഹിക്കാൻ മനസ്സില്ലാത്ത ആരും തന്നെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി എന്താ ചിന്തിക്കേണ്ടതെന്നറിയാമോ? ഞാൻ ആഫ്രിക്കയിലോ അല്ലെ നോർത്ത് ഇന്ത്യയിലോ ഏതെങ്കിലും വിദൂരമായ ഇലക്ട്രിസിറ്റിയോ വെളിച്ചമോ കൾച്ചറോ അല്ലെങ്കിൽ ഒരു സൗകര്യം ഇല്ലാത്ത ഒരു റിമോട്ടായ ഗ്രാമത്തിൽ പോയി സുവിശേഷം പറയാൻ പോകുന്ന, അവിടെ വാളെടുത്ത് വെട്ടിക്കൊല്ലാൻ കാത്തിരിക്കുന്ന ശത്രുക്കളുള്ളൊരു സ്ഥലത്ത് സുവിശേഷം പ്രസംഗിക്കാൻ പോകുന്ന ഒരു മിഷണറിയുടെ മനസ്സാണ് കുടുംബജീവിതത്തിൽ കയറാൻ പോകുന്ന ഒരാൾക്കുണ്ടാവേണ്ടത്. മനസ്സിലാവുന്നോ? അല്ലാതെ ലാഭം കൊയ്യാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ബിസിനസ്സുകാരന്റെ മനസ്സല്ല കുടുംബജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്കുണ്ടാവേണ്ടത്. മറിച്ച് ഏതെങ്കിലും വിദൂരമായ ഗ്രാമത്തിൽ പോയി സുവിശേഷം പറഞ്ഞ് മരിക്കാൻ ബാഗ് കെട്ടി ഇറങ്ങുന്ന മിഷണറിയുടെ മനസ്സാണ് ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ കുടുംബങ്ങൾ തകരും. ഇതാണ് കർത്താവിൻ്റെ ഐഡിയ. കർത്താവിൻ്റെ തലയിൽ കിടക്കുന്നത് ഇതാണ്. ഇങ്ങനെ ആവണം ഭർത്താവ്, ഇങ്ങനെയാവണം ഭാര്യ. നമ്മൾ അതിൻ്റെ 7 അയലത്തെത്തിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇത് ഈ നിലമ്പൂര് നമ്മുടെ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് അവിടെ കാണാനും സംസാരിക്കാനും വന്ന ഡെന്നീസും മിനിയും
ഡെന്നിസ് സുവിശേഷകനാണ്. സെഹിയോനുമായി ബന്ധപ്പെട്ട് കന്നഡ ഭാഷയിൽ സുവിശേഷ വേല ചെയ്യുന്ന സഹോദരനാണ് ഡെന്നിസിൻ്റെ ഭാര്യ മിനിയും മധ്യസ്ഥ പ്രാർത്ഥന എഫാത്ത മിനിസ്ട്രിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതാണ് എൻ്റെ അറിവ്. അപ്പോൾ ഒരു സുവിശേഷ വേല ചെയ്യുന്ന കുടുംബം. ഡെന്നിസിൻ്റെ മകൻ തിരുവനന്തപുരത്ത് മാറിവാനീസിൽ പഠിച്ചിരുന്നു. ഞാൻ അവൻ്റെ ഹോസ്റ്റൽ വാർഡനായിരുന്നു. അവനെ അറിയാം. ഒരു കുഞ്ഞ് മരിച്ചു പോയതുമാണ്, അനിയൻ മരിച്ചു പോയതുമാണ്. ഈ ഡെന്നിസും മിനിയും കൂടെ വന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ ഡെന്നിസ് പറഞ്ഞ അച്ഛാ, ഞാൻ ഭയങ്കര മദ്യപാനിയായിരുന്നു. മദ്യപാനി എന്ന് മാത്രമല്ല, കുടുംബം നോക്കാത്ത ഒരാളായിരുന്നു. മദ്യപിച്ച് ഉണ്ടായിരുന്ന എല്ലാം വിറ്റുപറക്കി കർണാടകത്തിലേക്ക് ഒടുവിൽ പോയി. അവിടുന്ന് രക്ഷപ്പെടാതെ ഒന്നുമില്ലാതെ നാട്ടിലേക്ക് വന്ന ഒരാളാണ്. എല്ലാ ദിവസവും കുടിച്ചിട്ട് വരും. എന്നും കുടിച്ചിട്ട് വന്ന് ബഹളം വെക്കും, തല്ലും. പാതിരാത്രിയിൽ പച്ചപ്പട്ടിണിയുടെ കാലമാണ്. ഒന്നുമില്ലാത്ത ഈ സമയത്തും ഈ മിനി ഭർത്താവ് വരുന്നതും കാത്തിരിക്കും. വെള്ളം ചൂടാക്കി വെച്ചിരിക്കും. എന്നിട്ട് കുളിക്കാനെടുത്ത് കൊടുക്കും, ആഹാരം കൊടുക്കും. എന്നിട്ട് ഈ മനുഷ്യൻ സുബോധമില്ലാതെ തളർന്നുറങ്ങുമ്പോൾ ഡെന്നിസ് പറഞ്ഞു, വെച്ചാ രാത്രി 2 മണി 3 മണി 4 മണിയൊക്കെ സമയത്ത് കാലിൽ വെള്ളത്തിൻ്റെ നനവ് പടരുന്നത് അറിയുമ്പോൾ ഞാൻ ഞെട്ടി എഴുന്നേക്കും. നോക്കുമ്പോൾ എന്താ കാണുന്നതെന്നറിയാമോ? ഈ മിനി പരാതിയും പരിഭവങ്ങളും ഇല്ലാതെ, ആങ്ങളമാരെ വിളിച്ച് തല്ലിക്കാതെ, വിവാഹമോചനത്തിന് നോട്ടീസ് കൊടുക്കാതെ എന്താ ഈ ഭാര്യ ചെയ്യുന്നത്? ഇവൻ്റെ 2 കാലിലും കെട്ടിപ്പിടിച്ച് കയ്യിൽ ജപമാല ചുറ്റി പൊട്ടിക്കരഞ്ഞ് ജപമാല ചൊല്ലി എൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഭാര്യയെ കണ്ട് 2 മണിക്കും 3 മണിക്കും ഞാൻ ഞെട്ടി എഴുന്നേക്കും. ഡെന്നിസ് പറഞ്ഞത്, എന്നെ മാനസാന്തരപ്പെടുത്തിയത് ധ്യാനകേന്ദ്രങ്ങളല്ല, എൻ്റെ ഭാര്യയാണ്. ഇന്ന് ഡെന്നിസും ഇനിയും കർത്താവിൻ്റെ രാജ്യത്തിൽ സുവിശേഷ വേല ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ഈ മാനസാന്തരം നടന്നത് ഡെന്നിസിൻ്റെ ഭാര്യയിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ക്രിസ്തു തൻ്റെ സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കണം. സഭ എല്ലാ കാര്യത്തിലും ക്രിസ്തുവിന് വിധേയായിരിക്കുന്നത് പോലെ ഭാര്യ എല്ലാ കാര്യത്തിലും ഭർത്താവിന് വിധേയായിരിക്കണം. കാരണം ശിരസാണ് ഭർത്താവ്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. ഇനി രണ്ടാമത്തെ, അപ്പൊ ആദ്യത്തെ ലക്ഷ്യം മനസ്സിലായില്ല, ദമ്പതികളുടെ നന്മ. ഈ നന്മ എങ്ങനെയാണ്? ഇത് ബലിയായി മാറിക്കൊണ്ടാണ്. ക്രിസ്തു സഭയെ നേടാൻ വേണ്ടി ബലിയായി മാറിയതുപോലെ ബലിയായി മാറിക്കൊണ്ടാണ് ദമ്പതികൾ തങ്ങളുടെ നന്മ പ്രാപിക്കേണ്ടത്. രണ്ടാമത്തേത്, കുടുംബജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? സന്താനങ്ങൾക്ക് ജന്മം നൽകുക, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ദൈവികരായി അവരെ വളർത്തുക. നമുക്കതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാം. കണ്ണുകളടച്ച് ഈ സമയം, ഈ ദിവസം, ഈ മണിക്കൂർ കർത്താവ് തന്ന ബോധ്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് ലോകമെമ്പാടുമുള്ള കുടുംബങ്ങളെ ഈ സമയത്ത് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിൻ്റെ വലിയൊരു ഇടപെടൽ കുടുംബങ്ങളിൽ ഉണ്ടാവാൻ ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തീയമായൊരു കുടുംബത്തിൽ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് തിരിച്ചറിയാനും അതനുസരിച്ച് കുടുംബജീവിതത്തെ രൂപപ്പെടുത്താനും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ, നമുക്ക് ഭാര്യയും ഭർത്താവിനെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ഒരിക്കൽ കൂടെ സ്വീകരിച്ചുകൊണ്ട് ഒരു കുടുംബജീവിതം വീണ്ടും പുനഃപ്രതിഷ്ഠ ചെയ്ത് കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ആരംഭിക്കാൻ ഒരു വലിയ കൃപ നിറയാൻ ഈ സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നാലും ഇപ്പോൾ ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ കൃപയ്ക്ക് വേണ്ടി ദാഹിക്കുന്നു. കുടുംബങ്ങളെ അങ്ങ് എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് അങ്ങ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. കുടുംബങ്ങളെ അങ്ങ് എത്രമാത്രം വലുതായിട്ട് കാണുന്നുവെന്ന് കർത്താവെ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഇവിടെ കുടുംബജീവിതം നയിക്കുന്ന അനേകായിരം കുടുംബങ്ങളെ ഈ ദേശത്ത്, ലോകത്തിൻ്റെ നാനാഭാഗത്തും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം തുറന്ന്, അതരം തുറന്ന് ശക്തമായിട്ട് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി, 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 നന്ദി. ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ, ഉദ്ധിതനായവനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു.
ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാടേ ആത്മനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ, ഉദ്ധിതനായവനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു. ദൈവപിതാവേ സ്നേഹതാതനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ചേർന്ന് പാടിക്കേ. ദൈവപിതാവേ സ്നേഹനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ജീവാഗ്നിയേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പഠിക്കേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ജീവാഗ്നിയേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു. ആമേൻ ആമേൻ യേശുനാഥ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ ആമേൻ യേശുനാഥ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ ആമേൻ യേശുനാഥ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. നിത്യപിതാവേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 കരങ്ങൾ വെച്ച് പാടിക്കേ.
ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ദാനിയേലെ പോൽ സഹനത്തിലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ദാനിയേലെ പോൽ സഹനത്തിലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ദാവീദിനെ പോൽ എന്നെ ഞാൻ മറന്നിട്ടിൻ ആരാധിക്കും എൻ്റെ ദൈവത്തെ. ദാവീദിനെ പോൽ എന്നെ ഞാൻ മറന്നിട്ടിൻ ആരാധിക്കും എൻ്റെ ദൈവത്തെ. സന്തോഷം വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. സന്തോഷം വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ശക്തിയോടെ ആരാധിക്കാം. എല്ലാം മറന്ന് കർത്താവിനെ ആരാധിക്കാം. കുടുംബങ്ങള് കർത്താവ് ഏറ്റെടുക്കണമേ. ദേശത്തെ കർത്താവ് ഏറ്റെടുക്കണമേ. ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും കർത്താവെ അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങ് ഞങ്ങളെ നയിക്കണമേ. അങ്ങയുടെ സ്നേഹം ഞങ്ങളെ നയിക്കണമേ. കർത്താവേ, അങ്ങയുടെ ഹിതം അറിയാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. കർത്താവേ, ഈ കൂട്ടായ്മയിൽ ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാ കുടുംബങ്ങളിലും ആഴമായ പ്രാർത്ഥനാ ചൈതന്യവും വിശ്വാസവും കർത്താവേ ഈ ദിനങ്ങളിൽ അങ്ങ് നൽകണമേ. ഹൃദയങ്ങളെ തുറക്കണമേ. അടിമത്തങ്ങൾ അകറ്റണമേ. ബന്ധനങ്ങൾ അഴിക്കണമേ. ഉച്ചത്തിൽ കരങ്ങളടിച്ച് ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ദൈവപിതാവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ദൈവപിതാവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു
ദൈവപിതാവിനെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവപിതാവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 രോഗങ്ങളിൽ ഇറങ്ങി വരണമേ, തകർച്ചകളെ ഏറ്റെടുക്കണമേ, ദുഃഖങ്ങൾ അകറ്റണമേ, ഹൃദയഭാരങ്ങൾ ഏറ്റെടുക്കണമേ, കണ്ണുനീര് തുടയ്ക്കുവാൻ ഇറങ്ങി വരണമേ. കരങ്ങളടിച്ച് ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിശക്തിയോടാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിശക്തിയോടാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിശക്തിയോടാരാധിക്കാം. സർവശക്തനായ ദൈവമേ, അത്യുന്നതനായ ദൈവമേ, സർവാധിപനായ ദൈവമേ, പരിശുദ്ധനായ ദൈവമേ, നീതിമാനായ ദൈവമേ, പിതാവേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ആവാത്ത പാപികളായ ഞങ്ങൾ, കർത്താവേ, അവിടുത്തെ പുത്രന്റെ രക്തത്തിലൂടെ ഞങ്ങളെ നീതീകരിച്ച് വിശുദ്ധീകരിച്ച് അവിടുത്തെ മക്കളാക്കി മാറ്റിയ അങ്ങ് സ്നേഹത്തെ ആരാധിക്കുകയാണ്. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനും പരിശുദ്ധനുമായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധിയെ ആരാധിക്കുവാൻ ഞങ്ങൾ അയോഗ്യരാണ്, ഞങ്ങൾ അശുദ്ധരാണ്. ഞങ്ങൾ അശുദ്ധരായ അധരങ്ങളുള്ളവർക്ക് മധ്യേ വസിക്കുന്നവരാണ്. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ദൈവമേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ കുടുംബങ്ങളെയും അങ്ങ് ഏറ്റെടുക്കണമേ കർത്താവേ. ഭാരത്തിലും രോഗത്തിലും തകർച്ചയിലും കഴിയുന്ന മക്കളെ അങ്ങ് തൃക്കൺ പാർക്കണമേ കർത്താവേ. ദൈവമേ, ഈ ദേശത്തുള്ള എല്ലാ മതത്തിലും എല്ലാ ജാതിയിലും വിശ്വാസത്തിലും പെട്ട മക്കളെ ഇപ്പോൾ അങ്ങ് ഹൃദയപൂർവ്വം കടാക്ഷിക്കണമേ കർത്താവേ. സുവിശേഷം എത്താത്ത ദേശങ്ങളെ അങ്ങയുടെ തൃക്കരങ്ങളിൽ ഇതാ ഞങ്ങൾ എടുത്തുയർത്തി സമർപ്പിക്കുന്ന കർത്താവേ. അങ്ങയുടെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം കേൾക്കാൻ ഭാഗ്യം കിട്ടാത്ത ദേശങ്ങളെ, ദേശാന്തരങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ. ദൈവമേ, സുവിശേഷത്തിന്റെ പുതിയൊരു ചൈതന്യം ഈ ദേശത്തിന്റെ 4 ദിക്കുകളിലും ഉണരുവാൻ അങ്ങ് ഇടയാക്കണമേ കർത്താവേ. വിജാതീയരായ മക്കളെ യേശുവിലൂടെയുള്ള സുവിശേഷത്തിന്റെ രക്ഷയെ അറിയിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, കരങ്ങളടിച്ച് ആയിരുന്നോനും ആയിരിക്കുന്നോനും
വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. അടിമത്തങ്ങളെ തകർക്കുന്ന നിന്റെ ശക്തി, ചങ്ങലകൾ അഴിക്കുന്ന നിന്റെ ശക്തി കർത്താവിന്റെ ആത്മാവിന്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ വത്സരം ഇവ പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. കർത്താവേ, അവിടുത്തെ അചഞ്ചലമായ സ്നേഹത്തിൽ നിന്ന് അവിടുന്ന് പാപികളുടെ നേർക്ക്, രോഗികളുടെ നേർക്ക്, ഹൃദയം തകർന്നവരുടെ നേർക്ക് പ്രദർശിപ്പിച്ച അപരിമേയമായ നിന്റെ ശക്തിയാൽ കർത്താവേ, കാൽവരി കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തത്തിന്റെ അനന്തമായ ശക്തിയാൽ കർത്താവേ, അന്ധകാരത്തിന്റെ ശക്തികളെ, ആധിപത്യങ്ങളെ, അടിമത്തങ്ങളെ, ചങ്ങലകളെ, ശാപശക്തികളെ, രോഗശക്തികളെ കർത്താവേ ദേശത്ത് നിന്ന് നാട്ടിപ്പായിക്കണമേ. പൈശാചിക ശക്തികളെ, തിന്മയുടെ ഉപദ്രവങ്ങളെ, നാരകീയ സ്വാധീനങ്ങളെ കുടുംബങ്ങളിൽ നിന്ന് നാട്ടിപ്പായിക്കണമേ. ഭാര്യാഭർത്തൃ ബന്ധത്തെ തകർക്കുന്ന, കുടുംബങ്ങളെ ഭിന്നിപ്പിക്കുന്ന, കുടുംബങ്ങളെ നശിപ്പിക്കുന്ന, മക്കളെ വഴിപിഴപ്പിക്കുന്ന, അനുസരണക്കേടിലേക്ക് നയിക്കുന്ന, തിന്മയിലേക്ക് തള്ളിയിടുന്ന സാത്താന്റെ ശക്തികളെ, അവിശ്വാസത്തിന്റെ, അശുദ്ധിയുടെ, ആഭിചാരത്തിന്റെ, മന്ത്രവാദത്തിന്റെ, പൈശാചിക അടിമത്തങ്ങളുടെ, തിന്മയുടെ അരൂപികളെ നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. യേശുനാമത്തിൽ കുരിശിൻ ചുവട്ടിലേക്ക് ബന്ധിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കട്ടെ ഈശോ. കരങ്ങളടിച്ച് യേശു തന്റെ ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു. യേശു തന്റെ ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു. തന്നെ തന്നെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. തന്റെ തന്നെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഇനി ശാപത്തിനെന്റെ മേൽ ഭരണമില്ല. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഇനി ശാപത്തിനെന്റെ മേൽ ഭരണമില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ സാത്താനെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാം സാത്താനെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാം. Power in the mighty name of Jesus. Power and deliverance in the mighty name of Jesus. യേശുവിന്റെ അത്യുന്നത നാമത്തിന്റെ ശക്തിയാൽ കർത്താവേ, ദേശം വിടുവിക്കപ്പെടട്ടെ. ആത്മഹത്യയുടെ, അപകടത്തിന്റെ, കൊലപാതകത്തിന്റെ, വെറുപ്പിന്റെ, വൈരാഗ്യത്തിന്റെ കർത്താവേ, എല്ലാ പൈശാചിക ശക്തികളും ദേശത്ത് നിന്ന് മാറിപ്പോകട്ടെ. യേശുവിന്റെ അത്ഭുത നാമത്തിന്റെ ശക്തിയാൽ കുടുംബങ്ങൾ വീണ്ടെടുക്കപ്പെടട്ടെ. ദുർശക്തികൾ, സ്വാധീനങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കൈയടിച്ചു. യേശു തന്റെ അടിപ്പിണരാ എന്റെ രോഗങ്ങളേറ്റെടുത്തു. യേശു തന്റെ അടിപ്പിണരാ എന്റെ രോഗങ്ങളേറ്റെടുത്തു. അവനേറ്റ പീഡകളാ സൗഖ്യത്തിന് ശക്തി പകർന്നു. അവനേറ്റ പീഡകളാ സൗഖ്യത്തിന് ശക്തി പകർന്നു. രോഗത്തിനെന്റെ മേൽ ഭരണമില്ല,
ഇനി ദുരിതങ്ങളിൽ ഞാൻ പതറുകില്ല. രോഗത്തിനെന്റെ മേൽ ഭരണമില്ല. ഇനി ദുരിതങ്ങളിൽ ഞാൻ പതറുകില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ രോഗത്തെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാം. രോഗത്തെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാം. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ദൈവമേ, നിന്റെ ശക്തി ഇറങ്ങി വ്യാപരിക്കണമേ. നിന്റെ മക്കളെ നീ വിടുവിക്കണമേ. ദൈവമേ, നിന്റെ കരുണ ഈ ദേശത്തിറങ്ങി വരണമേ. ദൈവമേ, നിന്റെ കരുണ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. ദൈവമേ, നിന്റെ ശക്തി ദേശത്ത് പ്രകടമാകണമേ. നിന്റെ ശക്തി ദേശത്തെ കുടുംബങ്ങളിൽ ഇറങ്ങി വ്യാപരിക്കണമേ. കർത്താവേ, നിന്റെ കരുണ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. സ്തുതിക്കട്ടെ ശക്തിയോടെ. അതിനെ തുറന്ന് എല്ലാ മക്കളെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്യാൻസർ രോഗിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. വായ്ക്കുള്ളിലുള്ള രോഗമുള്ളവരെ സുഖപ്പെടുത്തി അനുഗ്രഹിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. യേശുവെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ നന്ദി, 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 നന്ദി. കുടുംബ കലഹങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കരുണ ഒഴുകി വരുന്നതായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. കർത്താവ് ഭാര്യയെ ഉപദ്രവിക്കുന്ന പൈശാചിക സ്വഭാവമുള്ളവരുടെ ചങ്ങല പൊട്ടിപ്പോകുന്നതായും അവരിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ വ്യാപരിക്കുന്നതായിട്ടും ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള കൃപ കുടുംബങ്ങളിലെ വ്യക്തികൾക്ക് നൽകി ഈശോ അനുഗ്രഹിച്ചതായിട്ട് വെളിപ്പെടുത്തുന്നു. അസഹനീയമായ മൈഗ്രെയിൻ ഉള്ളവരെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. അബോർഷൻ ചെയ്യണമെന്നുള്ള പൈശാചിക ചിന്താഗതി ചില വ്യക്തികളിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ നിന്നും തെറ്റായ ബോധ്യങ്ങൾ കിടക്കുന്നതും എല്ലാം എടുത്തു മാറ്റി അബോർഷനിൽ നിന്ന് പിന്തിരിയാൻ കർത്താവ് കൃപ കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ഒത്തിരി കുടുംബങ്ങൾക്ക് പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ കുടുംബം ഒന്നിച്ച് കുർബാനയിൽ സംബന്ധിക്കാനുള്ള കൃപ നൽകി അതൊരു വലിയ അഭിഷേകമായി നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. പല കുടുംബങ്ങളെയും പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരാക്കി ഈശോ ഉയർത്തുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. സ്വരം ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവെ ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചീത്ത സംസാരിക്കുന്ന അശുദ്ധി പറയുന്ന നാവുകളെ ഈ സമയത്ത് ഈശോ വിശുദ്ധീകരിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. കുട്ടികളുടെ മുമ്പിലൊക്കെ അശുദ്ധമായ സംഭാഷണം നടത്തുകയും മോശപ്പെട്ട സംഭാഷണങ്ങളൊക്കെ ഏർപ്പെടുന്നവരെയും കർത്താവ് അതിൽ നിന്ന് മാറണമെന്ന് ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നു. ആ മേഖലയിലെല്ലാം നാവിനെ നിയന്ത്രിക്കാനും ഒക്കെ കൃപ നൽകുന്നതായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. യേശുവേ നന്ദി. കർത്താവേ യേശുവേ നന്ദി. തൊഴിലിന് പോവാതെ ജോലിക്ക് പോവാതെ ഇരിക്കുന്ന പൈശാചിക സ്വഭാവ പീഡ ആ ഒരു വ്യക്തിയിൽ നിന്ന് ഈശോ എടുത്തു മാറ്റി അതായത് ജോലി ചെയ്യാനും അധ്വാനിക്കുവാനുള്ള കൃപ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. പലതവണ ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു വ്യക്തിയിൽ നിന്ന് ആത്മഹത്യയുടെ ദുരാത്മാവ് വിട്ടുപോകുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. യേശുവേ എന്ന് വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യൂറിനറി ഇൻഫെക്ഷൻ കൂടെ ഉണ്ടാകുന്ന വ്യക്തികളെ ഈശോ സുഖപ്പെടുത്തുന്നതായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ബ്ലീഡിങ്ങും കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ഇപ്പോൾ ഇതാ ഒരു പല കുടുംബങ്ങളിലേക്ക് വിശുദ്ധ ഗ്രന്ഥം ഈശോ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നതായും അതായത് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് കുടുംബത്തിൻ്റെ ഭവനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് ഈശോ വിശുദ്ധ ഗ്രന്ഥം സ്ഥാപിക്കുന്നതായിട്ടും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. തെറ്റായ പുസ്തകങ്ങൾ, മോശപ്പെട്ട പുസ്തകങ്ങൾ, ദൈവം ആഗ്രഹിക്കാത്ത പുസ്തകങ്ങൾ, നിരീശ്വരവാദ പുസ്തകങ്ങളെല്ലാം കുടുംബങ്ങളിൽ നിന്ന് ഈശോ മാറ്റി വിശുദ്ധ ഗ്രന്ഥം അവിടെ സ്ഥാപിക്കപ്പെടുന്നതായും വചനം വായിക്കാനുള്ള കൃപ നൽകുകയും
വ്യക്തികളെ അനുഗ്രഹിക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ എന്ന് വിളിച്ച് സ്തുതിക്കട്ടെ. ഡിവോഴ്സ് മേഖലയിലേക്ക് ഭാര്യയുമായി ഭർത്താവുമായിട്ട് പിണങ്ങിയിരിക്കുന്ന അവരെയൊക്കെ ഈശോ തൊട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. കുടുംബജീവിതത്തെ സ്നേഹത്തിൽ ഈശോ വീണ്ടും കോർത്തിണക്കുന്നതായും തകർന്ന ദാമ്പത്യങ്ങളെ ഈശോ ചേർത്ത് പിടിക്കുന്നതായും ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല കുടുംബങ്ങളെയും കർത്താവ് മോചിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. രക്ഷകനായ ക്രിസ്തു പല കുടുംബങ്ങളിലേക്ക് വന്ന് നിറഞ്ഞ് കർത്താവിന്റെ അപരിമയമായ സാന്നിധ്യം കുടുംബങ്ങളിലേക്ക് ഒഴുകി വരുന്നതായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഷോൺ എന്ന പേരുള്ള ഒരു വ്യക്തിയെ ഈശോ തൊട്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി. ആൽക്കഹോളിന് അടിമയായിരിക്കുന്ന ഒരു മകനെ ഈശോ മോചിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി. ശരീരം വരഞ്ഞ് കീറുന്ന പൈശാചിക സ്വഭാവമുള്ള ഒരു മകനിൽ നിന്ന് ആ സ്വഭാവ പീഡ വിട്ടുപോകുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. അപസ്മാര രോഗം ഈശോ സുഖപ്പെടുത്തുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. കഴുത്തിലുള്ള തിന്മയുടെ സാധനങ്ങൾ, തൊണ്ടയിൽ നിന്ന് അശുദ്ധി സംസാരിക്കുന്ന പ്രകൃതമുള്ളവരെ ഈശോ ഈ സമയത്ത് ടോക്ക് കേൾക്കുമ്പോൾ മോചിപ്പിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ഇന്റർനെറ്റിലുള്ള അടിമത്തങ്ങള് ഈ സമയത്ത് ഈശോ മോചിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. അനേക കുടുംബങ്ങളിൽ അടഞ്ഞിരിക്കുന്ന വഴി തുറന്നു കൊടുക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. യേശുവേ എന്ന് വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അലൻ എന്ന പേരുള്ളൊരു മകനെ ഈശോ പേര് ചൊല്ലി വിളിച്ച് അവന്റെ നിരാശ എടുത്തു മാറ്റുന്നു. അമിതമായ ഡിപ്രഷനിൽ പോയിരിക്കുന്ന മകനെ ഈശോ കരം പിടിച്ച് പ്രത്യാശയും സന്തോഷവും സമാധാനവും കൊടുത്ത് ഈശോ അനുഗ്രഹിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ടോണിയെ പരിശുദ്ധാത്മാവ് തൊട്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ഈശോയെ എന്ന് വിളിച്ച് ഒരു അധ്യാപികയായ ഒരു മകളെ ഈശോ അനുഗ്രഹിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. മകൾ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. മകളുടെ ഹൃദയത്തിന്റെ മേലുള്ള എല്ലാ ഭാരവും ഈശോ എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ഈശോയെ എന്ന് വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി കർത്താവേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ചുണ്ടിൽ നിന്ന് സിഗരറ്റ് ഓരോന്നോരോന്നായിട്ട് മാറ്റാൻ പറ്റത്തില്ലാത്ത വിധത്തിൽ ഒത്തിരി സിഗരറ്റിന് അടിമയായി പോയിരിക്കുന്ന മകനെ ഈശോ തൊട്ട് അനുഗ്രഹിക്കുകയും ആ മോശപ്പെട്ട മേഖലയിൽ നിന്ന് മാറാൻ കർത്താവ് കൃപ കൊടുത്ത് അനുഗ്രഹിക്കുന്നതായും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. യേശുവേ, ജീവിത പങ്കാളിയായിട്ട് പിണങ്ങി സ്വന്തം വീട്ടിൽ പോയി നാളുകളായി താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മകളെ പരിശുദ്ധാത്മാവ് ഈ സമയത്ത് ആ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് തിരികെ ചെല്ലാനായിട്ട് പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നു. ക്ഷമിക്കാനുള്ള കൃപ കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി. കൊന്ത ചൊല്ലാൻ പറ്റത്തില്ലാത്ത വിധത്തിൽ ജപമാല ചൊല്ലുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പൈശാചിക സ്വഭാവം പോലെ കാണിക്കുന്ന ഒരു വ്യക്തിയെ ആത്മാവ് തൊട്ട് അനുഗ്രഹിക്കുന്നതായി വെളിപ്പെടുത്തുന്നു. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ, കുടുംബ പ്രാർത്ഥനയെ സംബന്ധിക്കുവാനുള്ള കൃപ ഈ സമയത്ത് ആ വ്യക്തിയിൽ നിറയുന്നതായി ആത്മാവ് വെളിപ്പെടുത്തുന്നു. യേശുവെ, കാലങ്ങളായി കൂദാശ ജീവിതത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന വ്യക്തികളെ കൗദാശിക ജീവിതത്തിലേക്കും പരിശുദ്ധ കുർബാനയിലേക്ക് ചേർത്ത് നിർത്തുന്നതായി ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നു. ഹോമോസെക്ഷുവാലിറ്റിയിൽ വീണുപൊക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ പൈശാചിക ബന്ധത്തിൽ നിന്ന് വിടുതൽ പൂർണ്ണതയും നൽകി ഈശോ അനുഗ്രഹിക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. 7ഓളം പേരെ ബന്ധിച്ചിരിക്കുന്ന തിന്മയുടെ ശക്തികളിൽ നിന്ന് ഈ സമയത്ത് അവർക്ക് മോചനം നൽകിക്കൊണ്ടിരിക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. സ്വരമുയർത്തി എല്ലാവരും പരിശുദ്ധ കുർബാനയെ നോക്കി സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. നാളുകളായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പുകവലിയിൽ ഈശോ എനിക്കൊരു മോചനം തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന 2 വ്യക്തികളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ആ വ്യക്തികൾക്ക് ഈ സമയത്തും ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് പുകവലിയിൽ നിന്ന് പൂർണ്ണമായ ഒരു വിടുതൽ നൽകി ഈശോ അനുഗ്രഹിച്ചതായിട്ട് വെളിപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മദ്യപാനത്തിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നവരെയും ഈ സമയത്ത് ഈശോ മോചിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്ന രോഗപീഠയുള്ള
ഒരു മകളെ, വലിയ പ്രായമില്ലാത്തൊരു വ്യക്തി കുഞ്ഞാണ്, കർത്താവ് ഇതാ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. സ്വരമുയർത്തി സ്തുതിക്കുക. ഹല്ലേലൂയ. വിദേശത്തേക്ക് പോകാനുള്ള വഴികൾ നാളുകളായി ശ്രമിച്ചിട്ടും അടഞ്ഞിരിക്കുന്ന വ്യക്തികളെ ഈ സമയത്ത് വചന ശുശ്രൂഷ സമയത്ത് ഈശോ അനുഗ്രഹിച്ചതായും വലിയ കുടുംബത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലുമൊക്കെ ഈശോ ഇടപെട്ട് വിദേശത്തുള്ള ജോലി വഴിയിൽ ഈശോ തുറന്നു കൊടുക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ എന്ന് വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി, നന്ദി. കർത്താവ് ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, ഏറ്റെടുത്ത് അനുഗ്രഹിക്കണേ. ഈശോയുടെ വലിയ സാന്നിധ്യം ഒത്തിരി മക്കളിലേക്ക് വ്യാപിച്ച് ഓരോ കുടുംബങ്ങളിലേക്കും ദൈവിക ശക്തി വ്യാപിച്ച് കുടുംബങ്ങളിലുള്ള തിന്മയുടെ സ്വാധീനങ്ങൾ ഈശോയുടെ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് കുടുംബങ്ങളിലുള്ള സ്വാധീനങ്ങൾ വിട്ടുപോകുന്നു. പ്രാർത്ഥിക്കാൻ പറ്റാത്ത കുടുംബങ്ങൾക്ക് പ്രാർത്ഥനാ ചൈതന്യം നൽകുന്നു. വിശ്വാസമില്ലാത്തവരെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുന്നു. സ്നേഹിക്കാൻ പറ്റാത്ത ദാമ്പത്യങ്ങളെ സ്നേഹത്തിൽ ഈശോ കോർത്തിണക്കി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ഇന്റർനെറ്റിനും മൊബൈലിലും അടിമപ്പെട്ട ജീവിതങ്ങളെ പ്രാർത്ഥനയും വിശ്വാസത്തിലേക്കും കൂദാശയിലേക്കും ഈശോ നയിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ഈശോ പുരോഹിതരുമായിട്ട് വഴക്കിട്ടിരിക്കുന്ന ഒരു മകളെ, അതായത് അവരുടെ ആയി ബന്ധപ്പെട്ട ഏതോ പ്രത്യേക കാരണം കൊണ്ട് ഒരു വലിയ അസ്വസ്ഥത കടന്നു വന്നിരിക്കുന്നു. അതുവഴി ക്ഷമിക്കാൻ പറ്റത്തില്ലാത്ത വിധത്തിൽ മുറിവ് ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നു. വെറുപ്പായി അത് മാറിയിരിക്കുന്നു. ഈ സമയത്ത് അത് ഈശോ എടുത്തു മാറ്റി ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള കൃപ നൽകി അനുഗ്രഹിച്ചതായിട്ട് വെളിപ്പെടുത്തുന്നു. ചീട്ട് കളിച്ച് പണം നഷ്ടപ്പെടുത്തുന്ന ഒരു മകനെ പരിശുദ്ധാത്മാവ് ഈ സമയത്ത് തൊട്ടുകൊണ്ടിരിക്കുന്നു. ദൈവവചനത്തിന് മേൽ മകന്റെ മേൽ വ്യാപിക്കുന്നതായിട്ടും കർത്താവിന്റെ വചനം മകനെ ആ മേഖലയിൽ നിന്ന് മാറാൻ കൃപ കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ടും ഒരു ബോധ്യം കൊടുത്ത് ഈശോ അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഏതോ കേസ് ഒരു വ്യക്തിക്കെതിരെ കൊടുത്തിരിക്കുന്നു. അത് ഒരു കാരണവും ഇല്ലാത്തതാണ്, അനാവശ്യമായിട്ടുള്ള കേസാണ്. അത് പിൻവലിക്കാനുള്ള കൃപ ഒരു വ്യക്തിക്ക് ഈശോ കൊടുത്ത് അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ പെങ്ങളെ, കല്യാണം കഴിക്കാതെ നിൽക്കുന്ന ഒരു പെങ്ങളെ നോക്കാൻ പറ്റത്തില്ലാത്ത വിധത്തിൽ ഒരു വെറുപ്പ് ഒരു വ്യക്തി കാണിക്കുന്നു. ആ വ്യക്തിയെ പരിശുദ്ധാത്മാവ് ആ സഹോദരിയെ നോക്കാനുള്ള കൃപ കൊടുത്ത് ആ വ്യക്തിയെ സ്നേഹിക്കാനുള്ള കൃപയും കൊടുത്ത് പരിശുദ്ധ കുർബാനയിൽ ഈശോ അനുഗ്രഹിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. അനേക കുടുംബങ്ങളിൽ പരിശുദ്ധ കന്യകാമാതാവിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നതായും ആ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനയും ജപമാലയും ചൊല്ലി പ്രാർത്ഥിക്കാൻ കൃപ നൽകിക്കൊണ്ടിരിക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. സ്വരമുയർത്തി വിളിക്കട്ടെ. എല്ലാ നാവും സ്തുതി പാടും കബറടഞ്ഞോർന്നൽ ശരണം നീയേ മൃദർത്തന്നുയർപ്പും
തന്നെ ഹാലേലൂയ